الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله ما شاء الله كان وما لم نشأ ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم ونادوا يا مالك ليقض علينا ربك قال إنكم ماكثون صدق رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينك إن قلت كففاها متى وما لقلبك إن قلت استفق يهمي وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه अश्कगम दिन रात पीना अश्कगम दिन रात पीना इस तमन्ना में है जीना अल मदीना चल मदीना आज नहीं तो कल मदीना ഏറ്റവും ആദരണീയരായ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ അതുപോലെ ഉമറ നേതാക്കന്മാരെ സംഘടനാ പ്രവർത്തകന്മാരെ എൻ്റെ പ്രിയപ്പെട്ട കട്ടത്താറിലെ അതുപോലെ ചുറ്റുഭാഗത്തുള്ള നാട്ടുകാരെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉമ്മ പെങ്ങന്മാരെ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അവൻ സ്വീകരിക്കുന്ന ഖബൂലാകുന്ന മജ്ലിസിൽ അല്ലാഹു പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കലോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് ഞാൻ ജനിച്ച നാട്ടിൽ എൻ്റെ ഉപ്പാപ്പയും ഉമ്മാമയും കുടുംബക്കാരും മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാനുള്ള ഒരു നാട്ടിൽ എന്നെ ഇങ്ങനെ ഒരു വഅദിന് വേണ്ടി ക്ഷണിച്ച കട്ടത്താറ SKSSFന്റെ എല്ലാ പ്രവർത്തകന്മാർക്കും മനസ്സ് നിറഞ്ഞ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂർ നമുക്ക് നല്ല ഒരു ഉപദേശം നിങ്ങളെ ബർക്കത്ത് ഈ പാവപ്പെട്ടവനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇൻഷാ അല്ലാഹ് പറയുന്നു. എന്നെക്കാൾ ഏറ്റവും നല്ല ആളുകളാണ് ഈ സദസ്സിൽ ഉള്ളത്, അതുപോലെ ഈ സ്റ്റേജിൽ ഉള്ളത്. അതുകൊണ്ട് ആ ആദരവൊക്കെ വെച്ചുകൊണ്ട് സമയം നീണ്ടതുകൊണ്ടും നീണ്ട ഒരു മുഖവരം ഇല്ലാതെ മാഷാ അല്ലാഹ് മജ്ലിസുൻ നൂർ എന്ന ഏകദേശം 4ാമത്തെ ഒരു മഹത്തായ സദസ്സാണ്. ഈ സദസ്സിന്റെ മഹത്വം അറിയാൻ വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുമ്പോൾ
അള്ളാഹുവിന്റെ റസൂലിന് താണും തനരുമായിട്ട് പ്രവർത്തിച്ച, അള്ളാഹുവിന്റെ റസൂലിന് സ്വന്തം ശരീരം കൊടുത്ത സ്വഹാബത്തുൽ കിറാം 313 സ്വഹാബത്തുൽ കിറാം, അതായത് നാം അറിയുന്ന ബദരീങ്ങൾ. ഏത് ബദരീങ്ങളാണ്? വിശുദ്ധ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ കൊല്ലത്തിന്റെ റമളാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊല്ലം. അതിന്റെ മുമ്പ് റമളാനിന്റെ നോമ്പില്ല. ആ കൊല്ലത്തിൽ 16 ദിവസം പട്ടിണി കിടന്നതായ സ്വഹാബത്തുൽ കിറാം, യുദ്ധമുണ്ട് എന്ന് റസൂലുള്ള വിളിച്ചപ്പോൾ റെഡിയായി പോയവർ. അവിടെ ദാവത്തിനും ഗമ്മത്തിനും പോയതല്ല, യുദ്ധത്തിനിക്കാണ് പോയത്. അങ്ങനെ പോയ സ്വഹാബത്തുൽ കിറാം അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉയർച്ചക്കായി സ്വന്തം ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത സ്വഹാബത്തുൽ കിറാമാകുന്ന ആ ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത ആ 313 സ്വഹാബത്തുൽ കിറാമും അടക്കം അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് തവസ്സുൽ ചെയ്ത് മഹത്തായ പദ്യം പാടിയ, ബൈത്ത് പാടിയ ഒരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മജ്‌ലിസിന്റെ മഹത്വം ഒന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്ത് ചൊല്ലണം നിങ്ങൾ എല്ലാവരും. കാരണം ഞങ്ങളുടെ പുണ്യ സമസ്തന്റെ ആള് നിങ്ങളുടെ ഇപ്പൊ കാക്കുന്ന ഈ സൈൻ സഖാഫി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺവേർട്ട് ആയത്, ഒരു പുതിയ ഇസ്ലാമി ആയതുപോലെ അയാൾ ഒരു SKSSFിലേക്കല്ലേ വന്നത്, അത് നിങ്ങൾ പറയുമെന്നാണ് നിങ്ങൾ കാക്കുന്നത്. പക്ഷെ ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായിട്ട് നമുക്ക് എല്ലാം സംസാരിക്കാം. പക്ഷെ എനിക്ക് സന്തോഷമായത് കട്ടത്താറിലെ SKSFിന്റെ പ്രവർത്തകർ എനിക്ക് ഫോനാക്കി പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ നല്ല വഅദ് പറയണം, ആരെ പറയുന്നത് വേണ്ട. എനിക്ക് വലിയ സന്തോഷമായി. അല്ലാഹു ഈ SKSFിന്റെ പ്രവർത്തകന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അതുപോലെ പ്രവർത്തിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈ മഹത്തായ മജ്‌ലിസിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സ്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നല്ലൊരു മജ്‌ലിസാണ്. ഈ മജ്‌ലിസിന്റെ മഹത്വം അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വിഷയം തുടങ്ങുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലൂടെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കൂടെ ഒരൽപ്പം സ്വഹാബികളും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വഹാബികളും കൂടെയുണ്ട്. ആ സമയത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ട്, ഒരു കുടീരത്ത് നിന്നിട്ട് ഒരു ശബ്ദം അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് എന്തോ ഒരു മുഖത്തിൽ സന്തോഷം, എന്തോ ഒരു പ്രകാശം. അവിടെ ഒരു സ്റ്റോപ്പ്, അവിടെ ഒരു ബ്രേക്ക് നിന്നുകൊണ്ട് മുഖത്ത് നിന്നിട്ട് പ്രകാശം ഇങ്ങനെ ചൊരിയുകയാണ്. സ്വഹാബത്തൊന്നും ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ മുന്നോട്ട് ഇങ്ങനെ പിന്നെയും നടന്നുപോയി. അങ്ങനെ പോകുമ്പോൾ മറ്റൊരു കുടീരത്തിൽ നിന്നിട്ട് എന്തോ ഒരു വോയിസ്, എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ് സന്തോഷം കൊണ്ട്. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഈ മദീനയുടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ മുഖത്തിൽ വല്ലാത്തൊരു സന്തോഷം കാണുന്നുവല്ലോ നബിയേ. എന്താണ് നബിയെ ഇങ്ങനെ ഒരു സന്തോഷം കാണാനുള്ള കാരണം എന്താണ് നബിയെ? ഓ പ്രവാചകരെ, ഒന്ന് പറഞ്ഞു തരൂ. ആ സമയത്ത് നബി തങ്ങളാ സന്തോഷത്തോടു കൂടി പറഞ്ഞു, കിലൽ മജ്‌ലിസൈനി റൗദത്തും മിൻ റിയാദിൽ ജന്ന. ആ രണ്ട് മജ്‌ലിസ് ഉണ്ടല്ലോ, അതാ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പുകളിൽ നിന്നുള്ള രണ്ട് പൂന്തോപ്പുകളാണ്. നാം എല്ലാവരും ആശിക്കുന്നത് സ്വർഗമാണ്. സ്വർഗം വേണ്ടാത്ത ആരും ഉണ്ടാവൂല. സ്വർഗത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, എല്ലാവരും സ്വതക കൊടുക്കുന്നതും, എല്ലാവരും ഇബാദത്ത് എടുക്കുന്നതും സ്വർഗം കിട്ടണം എന്ന ഒരു ആശയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിലേക്ക് പഠിപ്പിക്കുകയാണ്, ആ രണ്ട് മജ്‌ലിസ് ഉണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ നിന്നുള്ള രണ്ട് പൂന്തോപ്പാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ആ രണ്ട് മജ്‌ലിസ്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഒന്നാമത്തെ മജ്‌ലിസ് ഉണ്ടല്ലോ, അവിടെ
ഒരൽപ്പം സ്വഹാബികൾ ഇരുന്നുകൊണ്ട് അവരതാ ദിക്റ് ചൊല്ലുകയാണ്. അപ്പോൾ ദിക്റിന്റെ മജ്ലിസ് സ്വർഗ്ഗത്തിന്റെ ഒരു പൂന്തോപ്പാണ്. രണ്ടാമത്തെ മജ്ലിസ് എന്താണെന്നറിയാമോ? അതതാ ഒരു സ്വഹാബി ഇൽമു പറയുന്നു, മറ്റു സ്വഹാബികൾ കേൾക്കുന്നു. അപ്പൊ ഇൽമു പറയുന്ന മജ്ലിസ് അത് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കട്ടത്താറിന്റെ SKSSFന്റെ പ്രവർത്തകർ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഈ മജ്ലിസ് അത് ഇൽമിന്റെ മജ്ലിസാണ്. അത് നാടകത്തിന്റെ മജ്ലിസ് അല്ല, അത് അനാവശ്യത്തിന്റെ മജ്ലിസ് അല്ല, അത് ഗീബത്ത് പറയുന്ന മജ്ലിസ് അല്ല, അത് വേണ്ടാത്തരം പറയുന്ന മജ്ലിസ് അല്ല, അത് അനാവശ്യം പറയുന്ന മജ്ലിസ് അല്ല, അത് ആരെങ്കിലും സ്വീപ്പാക്കുന്ന മജ്ലിസ് അല്ല, അത് നാടക കമ്പനിയുടെ മജ്ലിസ് അല്ല. അതതാ അല്ലാഹുവിന്റെ പേര് പറയുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുന്ന, മലായികത്തിന്റെ പേര് പറയുന്ന മഹത്തായ ഇൽമിന്റെ മജ്ലിസ്. ആ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെയും ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞാനൊരു വലിയ പണ്ഡിതന്റെ വാദ് കേട്ടിട്ടുണ്ട്. അയാൾക്ക് എന്തെങ്കിലും പനി പിടിച്ചാൽ അല്ലെങ്കിൽ രോഗമായാൽ അയാൾ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചു കൂട്ടും, കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടും, അവിടെ നല്ല ഇൽമു കുറച്ച് പറയും, പിന്നെ ദുആ. അയാൾ പറയും എനിക്ക് ശിഫ തന്നെ. അത്ര ഇൽമിനിക്ക് പവറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇൽമിന്റെ മജ്ലിസിനെ പറഞ്ഞത് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്. കാരണം മലായികത്ത് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പഠിച്ചവനെ നമ്മുടെ ഈ മജ്ലിസിനെ നീ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്ക് അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണമേ റഹ്മാനേ. അതോടൊപ്പം ഈ പാവപ്പെട്ടവൻ, ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അൽഹംദുലില്ലാഹ്, എന്തൊരു ഭാഗ്യമാണ്. ഞങ്ങളതാ നിസ്കാരത്തിന് കൈകൊട്ടിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് അന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമിന്റെ മെമ്പറാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതോടൊപ്പം ഞങ്ങൾ സുന്നികളാണ്. അൽഹംദുലില്ലാഹ്. അതോടൊപ്പം ഞങ്ങൾ ശംസുൽ ഉലമന്റെ പാർട്ടിയുമാണ്. അൽഹംദുലില്ലാഹ്. എല്ലാത്തിലും ഞങ്ങൾക്ക് ഭാഗ്യമാണ്. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഇങ്ങനെ പ്രവർത്തിക്കാൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും റഹ്മാനേ. ഞാൻ ഖബർസ്ഥാനക്കല്ല പോയിട്ട് എൻ്റെ ഉപ്പാപ്പ എൻ്റെ ഉമ്മാമെല്ലാം മരിച്ചു കിടക്കുന്നു, അവരെ ഖബറിലെല്ലാം ദുആർന്ന് നാട്ടുകാരിൽ കുറെ ആള്, ഞങ്ങളെ ബദ്രിയ ഇബ്രാഹിച്ച, അതുപോലെ അബ്ദുൽ ഖാദർ മുക്രിക്കാൻ പറയുന്ന അയാളൊക്കെ ഞങ്ങൾക്ക് ഗുർത്തുള്ള ആളുകൾ കുറെ ആൾ മരിച്ചിട്ടുണ്ട്. അവരെ ഖബറെല്ലാം ഞങ്ങൾ സിയാറത്ത് ചെയ്തു വന്ന് അല്ലാഹു അവരെ ഖബറെല്ലാം വിശാലമാക്കട്ടെ. അപ്പൊ ഇൽമിന്റെ മജ്ലിസ് വലിയ ബർക്കത്തിന്റെ മജ്ലിസാണ്. ശംസുൽ ഉലമയെ ഞങ്ങൾ എന്തുകൊണ്ടാ പേര് പറയുന്നത്? ആ ശംസുൽ ഉലമ കർണാടകയുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രി ആയതിന്റെ പേരിലല്ല, പ്രധാനമന്ത്രി ആയതിന്റെ പേരിലല്ല, ഒരു രാഷ്ട്രീയക്കാരനായതിന്റെ പേരിലല്ല, ഒരു കോടീശ്വരനായതിന്റെ പേരിലല്ല, ഒരു ഉദ്യമിയായതിന്റെ പേരിലല്ല. പിന്നെന്തിന്റെ പേരിലാണ്? അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൽമാകുന്ന സൗന്ദര്യം അതതാ ശംസുൽ ഉലമക്ക് ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ പേര് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഷാഫി ഇമാമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ഷാഫി ഇമാം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മുമ്പേ ഇശാറത്ത് ചെയ്ത ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശിയായ ഒരു പണ്ഡിതൻ വരാനുണ്ട്. യംലൗ തിബാഖൽ അർളി ഇൽമാ, ഭൂമുഖത്തെ ഇൽമു കൊണ്ട് നിറക്കുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ ആരാണെന്നറിയാമോ? ഷാഫി ഇമാം. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കി. ഞങ്ങൾക്ക് 3 ഹദീസ് പഠിക്കാൻ ടൈം ഇല്ല. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ ഹനീഫ ഇമാം, അതാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പാടി വെച്ചത്. വഅഇമ്മതുൻ കശാഫിഇ വനഹബിഹി കാനൂ അലാ സിദ്ദി ഖിസാലിൻ കുമ്മലാ സുഹുദുൻ സ്വലാഹുൻ വൽ ഇബാദതു ഇൽമുഹും ബിഉലൂമി ഉഖബാ നാഫിആതിൻ ലിൽ മലാ വകദൽ ഫഖാഹതു ഫീ മസാലിഹി ദീനിനാ وإرادة بتفقه رب الملا فقهاؤنا تابعوا في فقههم لا غير فاتبع للجميع لتفضلا. മഹാനായ
മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പറഞ്ഞത് വഅയിമ്മത്തുൻ ചില ഇമാമുകൾ ഷാഫി ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാർ വനഹി അതുപോലത്തെ അബൂ ഹനീഫ ഇമാം അതുപോലെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഇങ്ങനത്തെ പ്രഗൽഭരായ പണ്ഡിതന്മാർ അവര് ജീവിച്ചത് എങ്ങനെയാ? കാനു അലാ സിദ്ദി ഖിസാലിൻ കുമ്മല പരിപൂർണമായ 6 കാര്യത്തിന്റെ മേൽ അവർ ജീവിച്ചപ്പോൾ സുഹുദുൻ അവർക്ക് എന്തുണ്ടായിരുന്നു? സുഹുദുണ്ടായിരുന്നു. സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? വസുഹുദു വസഹത് വദഫഖദുൻ ഇലാഖത ഖൽബിക بالمال لا فقد له تقعل لا عقلا അവരതാ ദുനിയാവിനെ അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തു. അവരുടെ ഹൃദയം എപ്പോഴും അല്ലാഹുമായിട്ടാണ് കോൺടാക്ട് ഉണ്ടായിരുന്ന അമ്പിയാക്കളെ പോലോട്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വദഫഖദുൻ ഇലാഖത ഖൽബിക ബിൽമാൽ അവരുടെ ഹൃദയം അവരുടെ കൽബ് പണത്തിന്റെ മോഹമുണ്ടായിരുന്നില്ല. അവർക്ക് ദുനിയാവിന്റെ ആശയുണ്ടായിരുന്നില്ല. അവർക്ക് അല്ലാഹുവിന്റെ ഓർമ്മയാണ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ തഖ്വന്റെ ശേഷം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആ മഖാം ഏതാണെന്നറിയാമോ? അത് സുഹുദാണ്. സുഹുദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടല്ല പ്രേമം, അല്ലാഹുവിനോടാണ് പ്രേമം. അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വബിഹി യുനാലു മഖാമു അർബാബിൽ ഉലാ അതിനാൽ അവരതാ ഏറ്റവും വലിയ സ്ഥാനത്തിലേക്ക് അല്ലാഹു അവരെ ഉയർത്തി. വമുഹിബ്ബു ദുനിയാ ഖായിലുൻ ഐന തരീഖ് ഐനൽ ഖലാസു കമുസ്കരിൻ ശരിബ ബിലാ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പറയുന്നു വമുഹിബ്ബു ദുനിയാ ദുനിയാവിനെ പ്രേമിക്കുന്നവർ, ദുനിയാവിന്റെ സ്ഥാനമോഹം കൊതിക്കുന്നവർ, ദുനിയാവിൽ വലിയ ആളാവണം എന്ന് ചിന്തിക്കുന്നവർ, ദുനിയാവിൽ ധാരാളം പണം ഉണ്ടാക്കണം എന്ന് കൊതിക്കുന്നവർ, മരിക്കാനില്ല എന്ന് ചിന്തിക്കുന്നവർ, ദുനിയാവ് ശാശ്വതമാണെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർ, അത് മാത്രം ആലോചിച്ച് പ്രവർത്തിക്കുന്നവർ, ഞാൻ വലിയ വഅദായിട്ട് വലിയ അറിയപ്പെടണം എന്ന് ചിന്തിക്കുന്നവർ, എനിക്ക് ധാരാളം പണം കിട്ടണം എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ അവർ മരിക്കുന്ന സമയത്ത് പറയുന്നവരാണ് ഐന ത്വരീഖ്, എന്റെ റൂട്ട് എവിടെയാണ്, എന്റെ മാർഗം എവിടെയാണ്, എനിക്കതാ വഴി കിട്ടുന്നില്ല, ഐനൽ ഖലാസ്, എനിക്ക് എവിടെയാണ് രക്ഷ, കമുസ്കരിൻ ശരിബത്തിലാ, കള്ളു കുടിച്ച് നടക്കുന്ന മനുഷ്യനിക്ക് റൂട്ടറിയാത്തതുപോലെ പണ്ഡിതന്മാർ പറയുന്നു ദുനിയാവിനെ കൊതിച്ച് ജീവിക്കുന്ന ആളുകളും അവരതാ അല്ലാഹുവിനെ മറന്നവരാണ്. അങ്ങനത്തെ ആലിമീങ്ങളല്ല മുമ്പ് കഴിഞ്ഞ ആലിമീങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സ്വാലിഹീങ്ങളാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ മാർഗമാണ് നല്ല മാർഗം. എല്ലാവർക്കും ഒരു ചർച്ച. സെയ്ൻ സഖാഫി അതുപോലെ ഒരുപാട് സഖാഫികൾ ഉള്ളാളം ഭാഗത്ത് ദാരുലകട്ടയിൽ എൻ്റെ ഉസ്താദ് എല്ലാവും ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം വിട്ടു, ഞങ്ങൾ സമസ്തയിലേക്ക് കടന്നു വന്നു. എല്ലാവർക്കും ഒരു ഡൗട്ട്, എന്താ അങ്ങനെ? അത് ഞങ്ങളെ ഭാഗ്യമാണ്, അത് ഞങ്ങളെ ഭാഗ്യമായിട്ട്. കാരണം എൻ്റെ ഉസ്താദ് ഒരു നിഷ്കളങ്കനാണ്. നിഷ്കളങ്കമായ ആളുകൾക്കെല്ലാം അതൊരു ഭാഗ്യമാണ്. നിങ്ങൾക്കറിയാമോ ശംസുൽ ഉലമ ആരാണ്? അവർ ചരിത്രം പറഞ്ഞ് എന്റെ വിഷയം കുറച്ചും പറഞ്ഞ് ഞാൻ നിർത്തും. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശംസുൽ ഉലമ ആരാണെന്നറിയാമോ? കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ ഫാദർ, ഒരു അച്ഛൻ, ഒരു ഫാദർ ഉണ്ടായിരുന്നു. നല്ല ശമ്പളമാണ് അവർക്ക്. അയാൾ പറഞ്ഞ ചരിത്രമാണ്. ആ ഫാദർ, അദ്ദേഹത്തിന്റെ പേര് ജാൻ മുണ്ടാക്കൽ. നിങ്ങൾക്കൊക്കെ നെറ്റിൽ നോക്കിയാൽ കാണും. അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയും. അയാള് 1959 ബൈബിൾ പൂർണ്ണമായിട്ട് കാണാതെ പഠിച്ചതിന്റെ പേരിൽ
ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കേന്ദ്രമായ വെറ്റിക്കൻ സിറ്റിയിൽ നിന്നിട്ട് പോപ്പ് ജോൺ പാൽ ഒന്നാമന്റെ കയ്യിൽ നിന്നിട്ട് സമ്മാനം വാങ്ങിയ ആളാണ് ജോൺ മുണ്ടാക്കൽ. അദ്ദേഹം ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചു. ആരാണ് ഇസ്ലാമിലേക്ക് കൊണ്ടെന്നറിയോ? ഷംസുൽ ഉലമ. അതാണ് എന്റെ വിഷയം. ഷംസുൽ ഉലമനെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ജോൺ മുണ്ടാക്കൽ 1956 അദ്ദേഹം അതാ ബൈബിൾ കാണാതെ പഠിച്ചതിന്റെ പേരിൽ വെറ്റിക്കൻ സിറ്റിയിൽ നിന്നിട്ട് മാറുപ്പാപ്പാന്റെ കയ്യിൽ നിന്നിട്ടതാ സമ്മാനം നേടി എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അദ്ദേഹം അതാ 1976 1976 അദ്ദേഹം അതാ പൈസ കൊടുത്തുകൊണ്ട് 68 പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളെ ക്രിസ്ത്യാനി മതത്തിലേക്ക് മതം മാറ്റിയ വ്യക്തിയും കൂടിയാണ്. ഈ വിഷയം സംസാരിക്കാൻ നിലമ്പൂർ ഭാഗത്ത് 68 ഫാമിലി പാവങ്ങളെ മുസ്ലിമീങ്ങളായ കുടുംബത്തിനെ ഈ ജോൺ മുണ്ടാക്കൽ പൈസ കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനി മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത വിഷയം ഷംസുൽ ഉലമ സംവാദത്തിലേക്ക് വെല്ലുവിളിച്ചു. മഞ്ചേരി ടൗണിലാണ് സംവാദം. അങ്ങനെ ഈ മറ്റേ ഫാദർ അച്ഛനും അതുപോലെ ഷംസുൽ ഉലമ ഒരു റൂമിൽ വെച്ച് ഒരു ലോഡ്ജിൽ വെച്ച് സംവാദമുണ്ടായി. ക്രിസ്ത്യൻ ഭാഗത്ത് കുറെ ആളുകൾ, അപ്പുറത്ത് ഷംസുൽ ഉലമ. അങ്ങനെ സംവാദം, അത് വലിയ നീണ്ട ചരിത്രമാണ്. അങ്ങനെ സംവാദത്തിൽ അത്ഭുതകരമായിട്ട് ഷംസുൽ ഉലമ ജയിക്കുകയും ആ ഫാദർ അച്ഛൻ തോക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫാദർക്ക് വലിയ നാണക്കേട്. ആ സമയത്ത് ഷംസുൽ ഉലമ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം. അത്ര പറഞ്ഞിട്ട് ഷംസുൽ ഉലമ പോയി. അങ്ങനെ ആ വാക്ക് കേട്ടതിന്റെ ഉടനെ ഈ ജോൺ മുണ്ടാക്കൽ നേരെ പോയി വെറ്റിക്കൻ സിറ്റിയിലേക്ക്. അവിടെ പോയിട്ടതാ മാറുപ്പാപ്പന്റെ കയ്യിൽ നിന്നിട്ട് അമേരിക്കയിലേക്ക് ഒരു വിസിറ്റ് പെർമിറ്റ്, അവിടുത്തെ വിസ പെർമിറ്റ് ചോദിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഈസി ആയിട്ട് ഫാദർമാർക്ക് കിട്ടുന്നു. അങ്ങനെ അയാൾ നേരെ ഞാൻ ചുരുക്കുന്ന അമേരിക്കയിലേക്ക് പോയി. ആരെടുത്ത് പോയതെന്നറിയാമോ? അമേരിക്കയിലതാ ഇസ്ലാം സ്വീകരിച്ച ലോകപ്രസിദ്ധ ഒരു ബോക്സർ ഉണ്ടായിരുന്നു, മുഹമ്മദ് അലി ക്ലേ. എല്ലാരും അറിയണം മുഹമ്മദ് അലി ക്ലേ. അയാൾ ലോകപ്രസിദ്ധ ബോക്സറും അമേരിക്കത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു നായകനാണ് അയാൾ. കഴിഞ്ഞ വർഷമാണ് അയാൾ മരണപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി. അയാളെ മയ്യത്ത് കൊണ്ടുപോകാൻ അമേരിക്കയിൽ 36 കിലോമീറ്റർ ജനസഞ്ചയമാണ് അയാളെ മയ്യത്ത് കൊണ്ടുപോയത്. അത്രയും ആളുകൾ അയാളെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നല്ല ആലിമീങ്ങൾ പറയുന്നത് പോലെ തസൗഫായിരുന്നു അയാളെ പ്രസംഗം. ആ മുഹമ്മദ് അലി ക്ലേ കാണാൻ വേണ്ടി ജോൺ മുണ്ടാക്കൽ പോയിട്ടതാ അയാളെ റൂമിലേക്ക് പോയി. ഞാൻ ചുരുക്കുന്നു. അങ്ങനെ മുഹമ്മദ് അലി ക്ലേനോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം എന്താണോ? ആ സമയത്ത് ജോൺ മുണ്ടാക്കലിനോട് മുഹമ്മദ് അലി ക്ലേ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ കാരണം ഞാൻ ഇസ്ലാമിലെ ഹിസ്റ്ററി എല്ലാം പഠിക്കുന്നതിനിടെ ഒരു ദിവസം കാലിഫോർണിയയിൽ ഞാൻ വെച്ചു. അവിടെ ഒരു ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് പാവപ്പെട്ട 2 കറുത്ത വർഗ്ഗക്കാർ ആ ഹോട്ടലിലേക്ക് വന്നപ്പോൾ അമേരിക്കയുടെ സ്വഭാവം, ക്രിസ്ത്യൻ സ്വഭാവം, ആ പാവപ്പെട്ട 2 കറുത്ത വർഗ്ഗക്കാരായ ഹോട്ടലിലേക്ക് വന്ന 2 വ്യക്തികളെ അവിടുത്തെ മുതലാളിയുണ്ടല്ലോ ആട്ടി ഓടിച്ചു. എന്നിട്ട് പറഞ്ഞു, കറുത്ത വർഗ്ഗക്കാർക്ക് ഈ ഹോട്ടലിൽ പെർമിഷൻ ഇല്ല, ഇവിടെ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമാണ് പെർമിഷൻ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല. ഇത് മുഹമ്മദ് അലി കണ്ടപ്പോൾ ചിന്തിച്ചു പോയി, ഇസ്ലാമിന്റെ പ്രവാചകർ പഠിപ്പിച്ചത് അങ്ങനെയല്ലല്ലോ. കഅബ തവാഫിന് പോകുമ്പോഴും പള്ളിയിൽ നിസ്കരിക്കുമ്പോഴും ഒന്നാമത്തെ സഫിൽ പണക്കാരനും പണിക്കാരനും രാജാവും പ്രജയും മുതലാളിയും സാധുവും ഉസ്താദും ശിഷ്യനും എല്ലാവരും ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു അവസരം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലെ ഭേദഭാവമില്ല. അത് മാത്രമല്ല, എത്യോപ്യക്കാരനായ കറുത്തവർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഏറ്റവും മധുരാധാരമായ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കറുത്തവർഗക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹമ്മദ് അലി ക്ലേ അദ്ദേഹം ഈ കാരണം പറഞ്ഞപ്പോൾ ജോൺ മുണ്ടാക്കൽ നേരെ ഇസ്രായേലിലേക്ക് വിട്ടു. അങ്ങനെ ഇസ്രായേലിലേക്ക് പോയിട്ട് അവിടെ സുലൈമാൻ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഖബർ സിയാറത്ത് ചെയ്തു. നേരെ ഷംസുൽ ഉലമാന്റെ ഹളറത്തിലേക്ക് ആ ഇബ്രാഹിം മുണ്ടാക്കൽ ആ ജോൺ മുണ്ടാക്കൽ വന്ന് പറഞ്ഞു, ഓ ഷംസുൽ ഉലമ, ഓ മഹാനെ, ഞാൻ നിങ്ങളെ പാർട്ടിയിലേക്ക് വരുന്നു, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി തരൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഷംസുൽ ഉലമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാ
ഷഹാദ് കലിമ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ അജ്ജാൻ മുണ്ടാക്കൽ ഇസ്ലാമിലേക്ക് വന്നു, ഇബ്രാഹിം മുണ്ടാക്കൽ എന്ന് പേര് വെച്ചു. എന്ന് മാത്രമല്ല ശംസുൽ ഉലമ സമയത്ത് പറഞ്ഞു, ആ 68 ഫാമിലിയും നിങ്ങൾ ഇസ്ലാമിലേക്ക് റിട്ടേൺ കൊണ്ടുവരണം. അതും ഏറ്റെടുത്ത് അങ്ങനെ 62 ഫാമിലിയും ഇസ്ലാമിലേക്ക് വരാൻ. അതുപോലെ ലോകത്തെ പ്രസിദ്ധനായ ബൈബിൾ കാണാതെ പഠിച്ച ഫാദർ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായതും ശംസുൽ ഉലമയാണ്. ആ ശംസുൽ ഉലമന്റെ പാർട്ടിക്കാണ് ഞാൻ വന്നത്. ഇത് തെറ്റാണോ? ഈ ശംസുൽ ഉലമന്റെ പാർട്ടിക്ക് തെറ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലർ പറയുന്നത് തെറ്റാണ്? ആ ശംസുൽ ഉലമ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനല്ലേ, അതിനൊരു ഫ്ലാഷ് ആക്കിയ ശിഷ്യന്മാരാരോ അറിഞ്ഞെന്നെ പറഞ്ഞു. അങ്ങനത്തെ ശംസുൽ ഉലമന്റെ പാർട്ടിക്കാണ് ഞാനും എൻ്റെ ഉസ്താദും കുറെ സഖാഫികൾ. ഇപ്പോൾ എനിക്ക് എപ്പോഴും ഫോന എന്താണ്, നാളെ ഞങ്ങൾ വരുന്നത് കുറേ ആൾ, എത്ര 200ഓളം പ്രവർത്തകന്മാർ വരാൻ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാം. ഹഖ് അത് ശംസുൽ ഉലമന്റെ ആദർശം മാത്രമാണ്. അത് ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇവിടെ ധാരാളം പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഒരല്പം വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിഷയം സന്മാർഗത ഹാദി. നമുക്കെല്ലാവർക്കും മനഃശാന്തി ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനഃശാന്തി ഇല്ലാത്തത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളെ വീടുകൾ, ആ വീടുകളുണ്ടല്ലോ, അത് സമാധാന കേന്ദ്രമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട്, പുരയുണ്ട്. പുരയില്ലാത്ത മാളിക പുരയിലുള്ളവർക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നല്ലൊരു വീട് നൽകട്ടെ. ഒരു വീട് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ആ വീട്ടിൽ സമാധാനമാണ് വേണ്ടത്. സമാധാനം അല്ലാഹു തരണം. ബർക്കത്ത് എന്ന് പറയുന്നല്ലേ, ഇന്ന് ബർക്കത്തെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് ബർക്കത്തിന്റെ അഡ്രസ് ഇല്ല. അപ്പൊ ബർക്കത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി അല്ലേ? വീട് വല്ല കോടിക്കണക്കിന് വീടുണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്ത് ഏറ്റവും വില പിടിച്ച വീടുള്ളത് എവിടെ അറിയോ? നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിൽ. ആ ഒരു പുരന്റെ പൈസ എത്ര അറിയോ? 1500 കോടി രൂപ. ബോംബെയിൽ കാണാൻ 33 തട്ടുള്ള ആ പുരയിൽ താമസിക്കുന്നത് 5 ആൾ. മുകേഷ് അംബാനി, റിലയൻസിന്റെ. 1500 കോടി രൂപയാണ് ഒരു പുരന്റെ വില. 5000 കോടി. 5000 കോടി. അവന്റെ ഇളയൻ്റെത് 4500 കോടി. ഉഷാറുള്ള രണ്ടാളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കട്ടത്താറിൽ അത്ര കോടിന്റെ വരേണ്ട ഇല്ല. 5000 കോടി രൂപന്റെ വീട്. പക്ഷെ രസറിയ നിങ്ങൾക്ക്, ആ വീട്ടില് മുകേഷ് അംബാനി രാത്രി ഉറങ്ങുന്നില്ല. 5000 കോടി രൂപന്റെ പുരയില് രാത്രി ഉറങ്ങുന്നില്ല. അങ്ങനെ അയാളോട് പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ രാത്രി ആ പുരയില് ഉറങ്ങുന്നില്ലല്ലോ എന്റെ? അപ്പൊ അയാള് പറഞ്ഞു, എനിക്ക് രാത്രി ആ പുരയിൽ ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. 5000 കോടി രൂപയുടെ പുര ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഞങ്ങൾക്ക് ഭാര്യ സുഖമായിട്ട് ഉറങ്ങട്ടെ. അപ്പൊ അള്ള തരണ്ടേ? ആ ദിവസം നിങ്ങൾ റോഡ് സൈഡ് പണിയെടുക്കുന്ന 600 രൂപയുടെ പുരയുണ്ട്. എന്തത്? ടൽപ്പറും ഒരു 5 കോളും. അവരെന്ത് സുഖമായിട്ട് ഉറങ്ങുന്നറിയ, നല്ല റാഹത്ത്. അപ്പൊ സന്തോഷം തരുന്നതും അല്ലാഹുവാണ്, സമാധാനം തരുന്നതും അല്ലാഹുവാണ്. അപ്പൊ എനിക്കതാ നിങ്ങളോട് ചോദിക്കാനുള്ള, നിങ്ങൾ ഇന്ന് പഠിപ്പിക്കാനുള്ള ഇൽമ് എന്താണ്? നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകാൻ 5 കാര്യമുള്ള വീട്ടിൽ സമാധാനമാണ്. അത് ഞങ്ങൾക്ക് ഇന്ന് പഠിച്ച് എന്റെ പ്രസംഗം ഞാൻ നിർത്തും. നമ്മുടെ വീട്ടിൽ എല്ലാരും പെണ്ണുങ്ങളെ പറയും. ഇപ്പൊ അധിക പെണ്ണുങ്ങൾ ദ്വാരക്കും, ഉസ്താദ് റാഹത്തില്ല, സമാധാനം ഇല്ല, ഭയങ്കര ടെൻഷൻ ഉസ്താദ്. എല്ലാരും ദുആക്ക് വരുന്നത് റാഹത്തില്ല, സമാധാനമില്ല, വീട്ടിൽ പ്രശ്നമാണ്. പക്ഷേ 5 കാര്യമുള്ള ആളുകളെ വീട്ടിൽ സമാധാനമുണ്ടാകും, അവിടെ ബുദ്ധിമുട്ടില്ല. എന്താണ് ഒന്ന്? ഞാൻ ചുരുക്കുന്നു. എന്താണ് 5 കാര്യത്തിൽ ഒന്നെന്നറിയാമോ? അത് നമുക്ക് ഇന്ന് പഠിച്ച് നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാം. ഒന്നാമത്തത്, അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വീട്, സ്വലാത്ത് ചൊല്ലുന്ന പുര, ആ പുരയിൽ സമാധാനമുണ്ടാകും.
ഇവിടെ ധാരാളം പെണ്ണുങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. പെണ്ണുങ്ങൾ, സ്ത്രീകൾ മനസ്സിലാക്കണം, നിങ്ങളാണ് കൂടുതൽ 24 മണിക്കൂറും വീട്ടിലുള്ളവർ നിങ്ങളാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പുരയിൽ സമാധാനമില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് സമാധാനമില്ലാതെ എന്തുകൊണ്ടാ? സ്വലാത്ത് കുറഞ്ഞു. ഇന്ന് പെണ്ണുങ്ങൾക്ക് സുഖമല്ലേ, എല്ലാം അമർത്തിയെങ്കിൽ. വെള്ളം ഒന്ന് അമർത്തിയാൽ ഒരു സ്വിച്ച്, അപ്പൊ വെള്ളം ഒന്ന് അമർത്തിയാൽ എല്ലാം തിരിഞ്ഞ് കറിയും ചോറും എല്ലാം റെഡി. ഒന്ന് അമർത്തിയാൽ ഡ്രസ്സ് കഴുകി, മറ്റൊന്ന് സ്വിച്ച് ഇട്ടാൽ ഡ്രസ്സ് ഉണങ്ങി. ഇങ്ങനെ എല്ലാം സുഖ പെണ്ണുങ്ങൾക്ക്. പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെയാ? അവര് വെള്ളം കോരണം, എന്നിട്ട് കൊണ്ടുവരണം, കൈ കൊണ്ട് അലിക്കണം, തിരിക്കണം, എല്ലാം അരിച്ചിട്ടുണ്ടാക്കണം. എന്നെ നോക്കി ഒരു ഫ്യൂച്ചർ വരുന്നുണ്ട്. ചൈന കണ്ടുപിടിച്ചോണ്ട് പെണ്ണുങ്ങൾക്ക് സന്തോഷ വാർത്ത, ഗുഡ് ന്യൂസ്. റൂമിൽ തന്നെ റിമോട്ട് ഒത്തിയാൽ ഫുഡും കറിയെല്ലാം റെഡിയാകുന്ന സംവിധാനം ആവുന്നു. ബേജാറാക്കണ്ട, ഇൻഷാല്ലാ പെട്ടെന്നാവും. ചൈന കണ്ടുപിടിച്ചോണ്ട് ആയിട്ടില്ല എന്ന് മാത്രം. സുഖം പെണ്ണുങ്ങൾക്ക്. പക്ഷേ പെണ്ണുങ്ങൾക്ക് സമാധാനമില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് 2-3 പ്രസവിക്കാൻ കഴിയുന്നില്ല. അന്നത്തെ ഉമ്മമാർ ഇത്രയും പണിയെടുത്ത് 10, 15, 16, 17 മക്കൾ, 8, 9, 10, 11, 12, 13, 17, 18, 21 മക്കൾ. ഇത്രയെല്ലാം പ്രസവിച്ച ഉമ്മ, ആ ഉമ്മ ഇന്നും നല്ല ആഫിയത്തിലാണ്. ആ ഉമ്മ ഇന്നതാ ഞാനൊരു പെണ്ണുങ്ങ പോയി ഹിറാ ഗുഹക്ക് ആ ഉമ്മ കേറിയിട്ടുണ്ട്. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ഹിറാ ഗുഹ പോയിട്ട് കാബന്റെ അടുത്ത് ചുറ്റാൻ കഴിയുന്നില്ല. സമാധാനമില്ല, റാഹത്തില്ല, ആരോഗ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ഉമ്മ സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മയായിരുന്നു. ഇന്നത്തെ പെണ്ണുങ്ങളെ ഞാൻ ആരോപിക്കുന്നതല്ല, സ്വലാത്ത് ചൊല്ലുന്നില്ല. ഇന്നത്തെ യുവാക്കളും സ്വലാത്ത് കുറഞ്ഞുപോയി. അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാവുക. സ്വലാത്ത് ചൊല്ലുന്നത് ഐശ്വര്യമാണ്. സ്വലാത്ത് ചൊല്ലുന്നത് ബർക്കത്താണ്. ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സിന് സ്വാന്തനമാണ്. നിങ്ങൾ ഇന്ന് ഉറുദുകാരെ നോക്കി, ഉറുദു യുവാക്കൾ എല്ലാവർക്കും ബർക്കത്താണ്. ഉറുദു നാടുകളിൽ എന്തൊരു റാഹത്താണ്. അവരെ വീട്ടിൽ നല്ല ബർക്കത്താണ്. കാരണം അവർക്ക് റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമാണ്. ഉറുദു രാജ്യങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്തിന് കണക്കില്ല. അവിടുത്തെ പദ്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് എത്ര പദ്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു 3 സ്വലാത്ത് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കിട്ടാൻ ഉറക്കെ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഉറുദു നാട്ടിലെ യുവാക്കള് അവരതാ സുബഹി നിസ്കാരത്തിന്റെ ശേഷം പാടുന്നൊരു പദ്യമുണ്ട്. ഇഷ്കം ദിനി രാത് പീനാ, അഷ്കം ദിനി രാത് പീനാ, ഇസ് തമന്നാ മേ ഹേ ജീനാ, അൽ മദീന ചൽ മദീന, ആജ് നഹീ തോ കൽ മദീന, ഇഷ്കം ദിനി രാത് പീന. സ്നേഹത്തിന്റെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം, സ്വലാത്ത്, അത് രാത്രിയും പകലും ഞങ്ങളിൽ നിന്നുണ്ടാവണം. അഷ്കം ദിനി രാത് പീന, അതാ രാത്രിയും പകലും ഞങ്ങളിൽ നിന്നുണ്ടാകണം. അങ്ങനെയാവുമ്പോൾ നാളെ ഞങ്ങൾ അതാ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ലോക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയെ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചാൽ അപ്പോൾ അതാ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് പറയും അൽ മദീന ചൽ മദീന. ആ അറിയപ്പെട്ട മദീനയിലേക്കൊന്ന് ഞങ്ങൾക്ക് പോകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്കൊന്ന് പോകണം. റൗളാ ഷരീഫ് ഒന്ന് കാണണം. ആ പച്ചക്കുബ്ബ കാണണം. അവിടെ ഒന്ന് പോയിട്ട് ആ ശറഫാകപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം കിടക്കുന്നതായ മദീനയുണ്ടല്ലോ, അൽ മദീന ചൽ മദീന. ആ മദീനയിലേക്കൊന്ന് എനിക്ക് പോകണം. ആജ് നഹീ തോ, ഇന്നല്ലെങ്കിൽ കൽ മദീന. നാളെയെങ്കിലും എനിക്ക് പോകണമെന്ന് നാം പറയുമ്പോൾ അതാണ് യഥാർത്ഥ ഒരു മുഅ്മിന്. നിങ്ങൾ നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വേണ്ടി ത്യാഗം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ, സൗർ ഗുഹയിൽ വെച്ചു
അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് മാളത്ത് നിന്നിട്ട് പാമ്പ് കടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കാല് വെച്ചു കൊടുത്ത് ആ കാലിലേക്ക് പാമ്പ് കടിച്ചപ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടായിട്ട് തന്റെ മടിയിൽ റസൂലുള്ള കിടക്കുന്ന ഞാൻ കാലാട്ടിയാൽ റസൂലുള്ളാഹിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് സഹിച്ച ആ ത്യാഗം ചെയ്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വേദന കൊണ്ട് കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ വീണപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തൊരു ത്യാഗമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, നമുക്ക് റസൂലുള്ളാഹിന്റെ പിരിസം കുറഞ്ഞു പോയി. കുറെ പറയുന്നു സുന്നി സുന്നി എന്ന് പറയുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, ന്യൂയോർക്ക് സിറ്റിയിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായ മൈക്കൽ എച്ച് ആർട്ട്, അദ്ദേഹം അതാ പ്രസിദ്ധനായ ചിന്തകനായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകമുണ്ടാക്കി. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ദി 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്. ലോകത്തെ സ്വാധീനിച്ച 100 മഹാരഥന്മാർ. ആ ബുക്കിന്റെ പേര് അതിനെ പബ്ലിസിറ്റി ചെയ്തു. ന്യൂയോർക്ക് ടൈംസിൽ വന്നു. എല്ലാരും കാത്തു ആരെ പേരായിരിക്കും ഫസ്റ്റ് വരുന്നത്? യേശുവിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ കറന്റ് കണ്ടുപിടിച്ച ലോകപ്രസിദ്ധ വിജ്ഞാനി തോമസ് ആൽവ എഡിസൺ, അല്ലെങ്കിൽ സർ ഐസാക് ന്യൂട്ടൺ, അല്ലെങ്കിൽ ഒരുപാട് പ്രഗത്ഭരായ വിജ്ഞാനികൾ, ചിന്തകന്മാർ, എഴുത്തുകാർ, അത്ഭുതം സൃഷ്ടിച്ച ആളുകൾ, അവരെ പേരായിരിക്കും വരുന്നതെന്ന് ആലോചിച്ചു നോക്കുമ്പോൾ പുസ്തകം അതാ പബ്ലിസിറ്റിയായി. പ്രകാശനത്തിന്റെ സമയമായപ്പോൾ എല്ലാവരും കാത്തുനിന്നു. അങ്ങനെ കാത്തുനിന്നപ്പോൾ ഒന്നാമത്തെ പേര് ആരുടേതാണ്? അത്ഭുതം എന്ന് തോന്നുന്നു. ഒന്നാമത്തെ പേജ് തുറന്നു നോക്കുമ്പോൾ നമ്പർ 1 ചാപ്റ്റർ 1 ഒന്നാമത്തെ അധ്യായം മുഹമ്മദ് മുസ്തഫ. അയാൾ മുഹമ്മദ് നബിന്റെ പേരായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ലോകം അത്ഭുതപ്പെട്ടു. ഇന്നും കോടിക്കണക്കിന് പുസ്തകമാണ് അത് വിറ്റ് തീർത്തത്. എന്നിട്ട് അയാൾ ഇടുന്ന ആ ഫസ്റ്റ് പേജിൽ അയാൾ കൊടുത്ത ഒരു വാചകം, മേ ചോയ്സ് ഓഫ് മുഹമ്മദ് to lead the list of the world's most influential persons may be surprised some readers and may be questioned by others, but he was the only man in history who was supremely successful. And അങ്ങനെ പറഞ്ഞിട്ട് നീണ്ട ഒരു പേജ്. ഞാൻ ഒന്നാമത്തെ പേജിൽ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് പറഞ്ഞതിൽ ധാരാളം ആളുകൾ അത്ഭുതപ്പെട്ടേക്കാം, ചോദ്യം വന്നേക്കാം. എന്നാൽ നല്ലൊരു ഈ ലോകത്ത് വന്ന് ഏറ്റവും ടോപ്പായി ഏറ്റവും നല്ല ജീവിതം കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോയതാരാണെന്നറിയാമോ? അത് ഇസ്ലാമിക് നേതാവായ ലോകപ്രവാചകർ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. പക്ഷെ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലാൻ പോലും ഞങ്ങൾക്ക് മടിയാണ്. അതാണ് നമുക്ക് സമാധാനമില്ലാതെയായത്. അതുകൊണ്ടല്ലേ ഉറുദു നാട്ടിലെ കവികൾ പറഞ്ഞ പദ്യങ്ങൾ എത്ര മധുരമാണ്. ആരും ബേജാറാവണ്ട, ഇയാൾ പാട്ട് പാടാൻ വന്നതല്ല. അള്ളാഹുവിന്റെ റസൂലിനെ മത് പറഞ്ഞാൽ അവരുടെ റഹ്മത്ത് കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുത്തു പോകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിച്ചു കേൾക്കണം. ആരാ പാടിയത്? പ്രഗത്ഭരായ ഉറുദു സ്വാലിഹീങ്ങൾ പാടിയതാണ്. ഉറുദു രാജ്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർ കൂടുതലായത് കൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്, ഈ ബൈത്ത് പാടുന്നത്, നഅ്ത് ശരീഫ് പാടുന്നത്. എന്റെ വായിലൂടെ എന്തെങ്കിലും സംസാരം ഇൽമു പറയുകയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഇൽമു മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി മദ്ഹ് ചൊല്ലി ചൊല്ലിയും എനിക്ക് സ്വർഗത്തിൽ ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ അത് മാത്രമാണ്. മേരാ ഖൽബ് വോ ഹിറാ ഹേ ജഹാ എ നാത്ത് ഉതരി. എന്റെ ഖൽബ്
1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ മന്ദമാരുതൻ ഇഖ്റ എന്ന ഖുർആൻ ആയത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശിയ ആ മഹനീയമായ പ്രവാചകരുടെ ഓർമ്മയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. मेरा क़ल्ब वो हिरा है ए सहीफ़े मोहब्बत അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച് मेरा नाम आ गया है. സ്വർഗ്ഗത്തിൽ എൻ്റെ ഒരു പേര് വരാൻ സാധ്യതയുള്ളത് സ്വലാത്ത് ചൊല്ലിയാണ്. मेरा दिल तड़प रहा है मेरा जल रहा है सीना के दवा वही मिलेंगी मुझे ले चलो मदीना. ഉർദു കവികൾ പാടുന്നത് എനിക്കതാ ഒന്നും വേണ്ട, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനെന്ന് കഴിഞ്ഞാൽ മതി, എനിക്ക് വേറൊരു ആവശ്യമൊന്നുമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ ഓ മുസ്ലിം സമുദായമേ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ എനിക്ക് മതി. അതാണ് മുഅ്മിനീങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ശംസുൽ ഉലമയുടെ പാതയും അതാണ് നമ്മുടെ വിജയം. മറ്റു പ്രസ്ഥാനക്കാർ കുറെ ആളുകളുണ്ട്, അനാവശ്യമാണ് അവരിവിടെ കാട്ടുന്നത്. ഇപ്പൊ ഞങ്ങൾ SSF വിട്ടിട്ട് SKSF വന്നത് വലിയ ചർച്ചാ വിഷയമാണ്. പക്ഷേ എൻ്റെ ഉസ്താദ് സ്വാലിഹായ ഒരു മനുഷ്യനാണ്. 20 കൊല്ലം സുബഹി നിസ്കാരത്തിന്റെ തഹജ്ജുദിന്റെ സമയത്ത് കിതാബ് ചൊല്ലിക്കാൻ കൊടുത്ത് രാത്രി മഗ്രിബ് നിസ്കാരവും കഴിഞ്ഞ് ഫുള്ളായിട്ട് കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന ഒരു ആലിമായ സ്വാലിഹായ മനുഷ്യനാണ് എൻ്റെ ഉസ്താദ്. ആ ഉസ്താദാണ് ഹാറൂൻ ഉസ്താദ്. ആ ഉസ്താദിനെയാണ് SSFന്റെ ഒരു പറഞ്ഞത് അയാൾ കള്ളന്. ഞാൻ ആലോചിച്ചു പോയി. ഇപ്പൊ ഒരു പറയുന്നത് ഞങ്ങളെ കള്ളത്തൊരീക്കെന്ന് പറഞ്ഞിട്ട് ദൂരത്താക്കിയത്, അത് മൂലക്കാക്കാൻ നോക്കിയത്. കള്ളത്തൊരീക്കെന്ന് പറഞ്ഞെങ്കിൽ മൂലക്കാവും. അല്ല എന്താക്കി ഞങ്ങളെ സമസ്തയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൂലക്കായിട്ടില്ല. ഇപ്പൊ ഒരു പറയുന്നത് ആ സമസ്ത വേണ്ട, കള്ളത്തൊരീക്കത്തങ്ങ് ആവട്ടി. അത് സമയം കഴിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയം മാറ്റുന്നില്ല. അവർ ചെയ്ത ബുദ്ധിമുട്ട് എൻ്റെ ആ സ്വാലിയായ ഉസ്താദിനെ ദർസ് എടുക്കാൻ അനുവദിച്ചു. ഞങ്ങൾ സമസ്തക്ക് വെറുതെ വന്നല്ല, അയാൾ നല്ല ദർസ് എടുക്കുന്ന മനുഷ്യരെ അസൂയ കാട്ടി. ഇവർ ഈ നേതാക്കൾ എന്ന് പറയുന്നവർ അസൂയ കാട്ടിയിൽ അയാളെ കള്ളൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, വെറുതെ ആളുകളെ കള്ളനാക്കി. ശംസുൽ ഉലമക്കും കിതാബ് തിരിയാൽ ഇവർക്ക് തിരിയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എവിടെ എത്തിപ്പോയി ഇവർ കൂട്ടർ. അല്ലാഹു അവരെയും നന്നാക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിൽ നിലനിർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. യുവാക്കൾ മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണുങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. വലിയൊരു ഇൽമാണത്. അതൊരു ഞങ്ങൾ നെഗ്ലക്റ്റ്, ഒരു ചെറിയൊരു സിമ്പിളാക്കി മാറ്റുന്നു. ശരിയല്ല. നല്ല സ്വലാത്ത് ചെല്ലുന്നവർ ഞങ്ങളാവണം. നിങ്ങൾ നോക്കി, മംഗലാപുരത്ത് ഒരാളുണ്ട്, ഒരു ആചാർ. അയാളെ പീഡിയൻ ഓപ്പൺ ആക്കിയിട്ട് ഫസ്റ്റ് സ്വലാത്ത് ചൊല്ലി തുടങ്ങല്ലോ. എപ്പോഴും അയാൾക്ക് വലിയ ബർക്കത്താണ്, അതിലൊരു സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞൊരു ആയത്ത് ഞാൻ ഓതുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു വ മലായികതഹു അവന്റെ മാലാഖന്മാർ യുസല്ലൂന അലൻ നബി നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇസ്തിലാഹിയായ മാനയുണ്ട്. അല്ലാഹു സ്വലാത്തിനെ ഞങ്ങൾ ചൊല്ലുന്ന പോലെയല്ല, അതിനൊരു മാനയുണ്ട്. ആ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് ഖുർആനിലുണ്ട്. അല്ലാഹു നിസ്കരിക്കുന്നു എന്ന് ഖുർആനിലില്ല. അല്ലാഹു ഖുർആൻ ഓതുന്നു എന്ന് ഖുർആനിലില്ല. അല്ലാഹു നോമ്പ് നോക്കുന്നു എന്ന് ഖുർആനിലില്ല. പക്ഷേ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു ഈ ലോകം പടച്ച റബ്ബ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾക്കാണ് അത് സാധ്യമാകുന്നത്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറയുന്നത് സല്ലു അലൈഹി, ആ നബിയുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. സ്വല്ലു എന്ന് പറഞ്ഞാൽ സ്വല്ലു അംറ ഹാലിറാണ്. അറബി വ്യാകരണ ശാസ്ത്രത്തിൽ അത് ഓർഡറാണ്. ഒന്നിരിക്കലും നിർബന്ധം അല്ലെങ്കിൽ സുന്നത്ത്, എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന ഒരു മഹാപുണ്യമായ കാര്യമാണ് സ്വലാത്ത്. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക, വലിയ മഹത്വമാണ്. ദലായിലുൽ ഖൈറാത്ത് ഉണ്ടാക്കാൻ കാരണമായ ഒരു പെണ്ണിന്റെ സംഭവം പണ്ഡിതന്മാർ വിശദീകരിക്കും. സുലൈമാനുൽ ജസൂലി എന്ന
ഒരു വലിയ ഒലിയുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നടന്നു പോയിട്ട് അസറിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് എത്തി. അവിടെ വുദു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തേങ്ങ ചെയ്ത് നിസ്കരിക്കാം. പക്ഷെ അയാൾ കുറെ തേടി വെള്ളം കിട്ടുന്ന ഒരു പുതിയ നാട്ടിൽ പോയാൽ അങ്ങനെ തന്നെ. അങ്ങനെ ഒരു കിണർ കണ്ടു, പക്ഷെ അതിന് കോരാനുള്ള വെള്ളമില്ല. അയാൾ കുറെ കാത്തു. ആ സമയത്ത് ഒരു പെണ്ണ് വന്നു ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സുലൈമാൻ ജസൂരി, വലിയ മഹാനാണ് അന്നത്തെ. ആ പെണ്ണ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വെള്ളം വേണം. ആ പെണ്ണ് എന്തോ ബിസ്മി ചൊല്ലിട്ട് അവിടെ ഊതി. ആ സമയത്ത് അത്ഭുതകരമായിട്ട് വെള്ളം പൊന്തി വന്നോ എന്ന് മാത്രമല്ല, സുലൈമാൻ ജസൂരി നല്ല ഉഷാറായിട്ട് വുദു എടുത്തു. അത്ഭുതം തോന്നിയ സുലൈമാൻ ജസൂരി ആ പെണ്ണിനോട് ചോദിച്ചു, ഓ മോളെ, ബിമനിൽ തഹാദിൽ മർത്തബ, ഗ്രന്ഥത്തിലുള്ള വിഷയമാണ്, ജാമിഉ കറാമത്തുൽ ഔലിയയിൽ കാണാം. ബിമനിൽ തഹാദിൽ മർത്തബ, എങ്ങനെയാണ് മോളെ നീ മർത്തബ എത്തിച്ചത്? അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എനിക്കൊരു മർത്തബയും ഇല്ല, പക്ഷേ ഞാൻ ദിവസവും 100 സ്വലാത്ത് ചെല്ലാതെ ഉറങ്ങാറില്ല, അതായിരിക്കും എന്റെ ബർക്കത്ത്. നിങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ ഇപ്പോൾ സ്വലാത്ത് ചെല്ലിയത് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ശരി കുറച്ച് സ്വലാത്ത് ചെല്ലി, പിന്നില്ല സ്വലാത്ത് ചെല്ലാൻ മടി. സ്വലാത്ത് ചെല്ലാൻ വലിയ മടി. അത് നിർത്തണമെന്നാണ് എനിക്ക് ഈ നല്ല മജ്‌ലിസിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് صلي على محمد يا ربي صلي عليه وسلم. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഇന്നത്തെ ഒരു വിഷയം അതാ, പരയിൽ സമാധാനം കിട്ടാൻ, ജോലിയിൽ സമാധാനം കിട്ടാൻ, ബർക്കത്ത് കിട്ടാൻ സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിലേക്ക് അടുക്കുക. സർവരേ അംബിയാ കി മുഹബ്ബത്ത് हासिले दीन दुनिया यारो, ए ताल्लुक ऐसा ताल्लुक जो कभी टूटता ही नहीं है. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി അമ്പിയാക്കളിലേക്ക് അടുക്കാൻ കഴിയുമ്പോൾ जो कभी टूटता ही नहीं है, ആ ബന്ധം അതൊരിക്കലും മാഞ്ഞു പോകാത്ത ബന്ധമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, मैं मुसाफिर हूँ क्यों है नबी का, ഞാനതാ ഒരു മുസാഫിറാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ. हम सफर मेरा रूहुल अमीन का, तेरा रात पर दरूद भी, तेरा नाम पर दरूद भी. മാഷാ അല്ലാഹ്. എല്ലാവരും ഇത് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് പോകുന്നു. ബക്കറ്റ് പറഞ്ഞാൽ ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ട്. നല്ല സ്വതക കൊടുക്കുന്ന മുഅ്മിനീങ്ങളാണ്. സ്വതകന്റെ പവർ അറിയോ നിങ്ങൾക്ക്? ചെറിയൊരു സംഭവം. അത് ഈ സമയത്ത് എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം. നിങ്ങൾക്കറിയോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ കൂടെ അസ്രായിൽ, മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാം. എന്താ അലൈഹിസ്സലാം ചൊല്ലുന്നല്ല, റൂ പിടിക്കുന്നതുകൊണ്ടാണ്. റൂ പിടിക്കുന്നതുകൊണ്ട് അസ്രായിലിന്റെ പേരൊക്കെ അലൈഹിസ്സലാം പറയുന്നത്. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് നൽകട്ടെ. ഇങ്ങനെ അലൈഹിസ്സലാം പറയാൻ പേടിക്കണ്ട, എന്താ. അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം ഇങ്ങനെ സുലൈമാൻ നബിന്റെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം സുലൈമാൻ നബി അസ്രായിൽ ഒരു യുവാവിനെ കാട്ടി പറഞ്ഞു, നബിയെ, ആ യുവാവിന്റെ റൂഹ് അടുത്ത ആഴ്ച പിടിക്കും. സുലൈമാൻ നബിക്ക് ഗുർത്തായി, ആ യുവാവിനെ അടുത്ത ആഴ്ച ആ റൂഹ് പിടിക്കും. ഇപ്പൊ നിങ്ങൾ നാളെ മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പോയിട്ട് ഉറങ്ങോ? എല്ലാ തൗബയും എല്ലാ സ്വലാത്തിന്റെ കിതാബും ഞങ്ങൾക്ക് മരിക്കുന്നത് അറിയാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്ര ഹാപ്പിയിലുള്ളത്. ഇപ്പൊ ഞാൻ മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ മുൻപോ. അതിന് ധീരനായിട്ട് പോയത് സദ്ദാം ഹുസൈൻ. അയാൾ മരിക്കുന്ന സമയത്ത് നല്ല ധീരനെ പോലെ വിശുദ്ധ ഖുർആൻ പിടിച്ചുകൊണ്ട് പോയി. അത് വേറെ വിഷയം. അങ്ങനെ ആ യുവാവ് പോയി. സുലൈമാൻ നബി അയാളെ നോക്കി വെച്ച ആ യുവാവിനെ അടുത്ത ആഴ്ച ഏതായാലും റൂ പിടിക്കുന്നല്ലേ. അങ്ങനെ ഒരാഴ്ച അയാൾ ബാക്കി, 1 മാസമായി ആ യുവാവ് ബാക്കി, 6 മാസമായി ആ യുവാവ് ബാക്കി, റൂ പിടിച്ചിട്ടില്ല. ഏതായാലും മലക്ക് കളവ് പറയില്ലല്ലോ. അതും അസ്രായിൽ റൂ പിടിക്കുന്ന ഒരാഴ്ച പറഞ്ഞു. പക്ഷെ ഇപ്പൊ 6 മാസമായിട്ട് റൂ പോയിട്ടില്ല. സുലൈമാൻ നബി ചോദിച്ചു, ഓ അസ്രായിൽ അലൈഹിസ്സലാം,
അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ആ യുവാവിന്റെ റൂഹ് അടുത്ത ആഴ്ച പിടിക്കും, 6 മാസം എന്താ പിടിക്കാത്ത? അപ്പൊ മലക്കുൽ മൗത്ത് പറഞ്ഞു, അള്ളാന്റെ വാർഡർ ഒരാഴ്ചയിൽ പിടിക്കാനായിരുന്നു, പക്ഷേ അതിന്റെ ഇടയ്ക്ക് ആ യുവാവ് നല്ലൊരു സംഖ്യ പാവപ്പെട്ടവനിക്ക് സ്വതക കൊടുത്തു. ആ സ്വതക കൊടുത്തത് കൊണ്ട് അള്ളാഹു അയാളെ ആയുസ് നീളമാക്കി കൊടുത്തു. നിങ്ങൾ നോക്കി സ്വതക്കന്റെ പവർ എത്ര. നല്ല സ്വതക കൊടുക്കുന്ന മുഅ്മിനീങ്ങളാവണം. ഖുർആനിൽ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ്. പശു അതെന്താ? ഒരു യുവാവിന്റെ സ്വത്തിന്റെ വിഷയമാണ്. ഒരു യുവാവ് ഉണ്ടായിരുന്നു പണ്ട് മൂസാ നബിന്റെ കാലത്ത്. ആ യുവാവിന്റെ പ്രത്യേകത എന്താ അറിയോ? ആ ബാല്യക്കാരൻ ഒരു ബിസിനസ് തുടങ്ങി. അതിൽ കിട്ടുന്ന ലാഭം, അയാൾ ജോലിയിലും ഉണ്ടായിരുന്നു, അതിൽ കിട്ടുന്ന ലാഭത്തിന് 3 ഓതിയാക്കി. ആ യുവാവ് 3 ഓതി, പൈസ കിട്ടിയപ്പോ 30,000 രൂപ കിട്ടിയാൽ 3 ഓതി. അതിൽ 1 ഓതി ഉമ്മാക്ക് പ്ലസ് ഉപ്പാക്കും, 1 ഓതി സ്വന്തത്തിന്, 1 ഓതി പാവപ്പെട്ടവർ. ആ യുവാവിന് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഏറ്റവും വലിയ സൂറത്തിൽ പേരിട്ടത് ആ യുവാവിന്റെ സ്വത്തിനെ കുറിച്ചാണ്. ഞങ്ങളെ ഉമ്മാക്ക് ഒരു പാതി കൊടുത്തത് ചരിത്രത്തിലുണ്ട്. എങ്ങനെ? യുവാവ് ജോലിയെടുത്ത് ബിസിനസ് ആക്കിയിട്ട് 3 ഓതിയാക്കിയിട്ട് അതിൽ 1 ഓതി സ്വന്തത്തിന്, 2ാമത്തെ ഓതി ഉമ്മാക്ക്, പിന്നെ 1 ഓതി പാവപ്പെട്ടവർക്ക്. ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടാവോ? ഇല്ല. ഞങ്ങൾ എന്താ ഉമ്മാക്ക് ഒരു 50 രൂപ, ബാക്കിയല്ലേ ഞങ്ങൾക്ക്. ഈ നിലക്കാവുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ധാരാളം സ്വതക കൊടുക്കുക. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ആരെങ്കിലും ഇൽമു പഠിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടുമല്ലോ. അതുകൊണ്ട് SKSF പ്രവർത്തകന്മാരെ നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഈ ഒരു മജ്‌ലിസ് എത്ര ആളുകളായി ഇവിടെ തടിച്ചുകൂടിയത്. അല്ലാഹ് ഇതിന് സഹായിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ സ്വർഗ്ഗം നൽകണമേ അല്ലാഹ്. അവരെ ആരോഗ്യത്തിലേക്ക് നീ ആഫിയത്ത് നൽകു റഹ്മാനെ, ആരോഗ്യം നൽകുക അല്ലാഹ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അതാ നല്ല ജീവിതം നയിക്കുമ്പോൾ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഒന്നാമത്തത് സ്വലാത്ത്. ഇനി അതാ രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. രണ്ടാമത്തെ മഹത്വം, രണ്ടാമത്തെ സമാധാനമില്ലാത്തതിന്റെ കാരണം സുബഹി നിസ്കാരത്തിലേക്ക് മഹത്വം കൽപ്പിക്കുന്നില്ല. സുബഹി നിസ്കാരത്തിലേക്ക് മഹത്വം കൽപ്പിക്കുന്ന വീട്ടിൽ ബർക്കത്താണ്, ആ വീട്ടിൽ സമാധാനമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വീട്ടിൽ വല്ലാത്ത ഐശ്വര്യമാണ്, ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമാണ്. ഉമ്മമാരല്ല വീട്ടിലതാ ആദ്യം എണീറ്റ് മക്കളെ വിളിച്ചു, സ്വന്തം ഭർത്താവിനെ വിളിച്ചു. അങ്ങനെ അതാ സുബഹി നിസ്കാരത്തിലേക്ക് മഹത്വം കൽപ്പിച്ചാൽ ആ വീട്ടിൽ വല്ലാത്ത സമാധാനമാണ്, ആ വീട്ടിൽ വല്ലാത്ത ബർക്കത്താണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിലേക്ക് മഹത്വം കൽപ്പിക്കുന്ന വീടാവുക, അതാണ് രണ്ടാമത്തെ വിഷയം. മൻ തറക സ്വലാത്തൽ ളുഹ്രി ഫലൈസ ഫീ റിസ്ഖിഹി ബറക. ഒരാള് ളുഹ്ർ നിസ്കാരം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരത്തിൽ മടി കാണിച്ചു, ഫലൈസ ഫീ റിസ്ഖിഹി ബറക, അവന്റെ റിസ്ഖിൽ ബറകത്ത് ഉണ്ടാകൂല. ളുഹ്ർ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചു, അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ റിസ്ഖിൽ ബർക്കത്ത് ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ പറയും, ഇല്ലോ ഇപ്പൊ നല്ല ബർക്കത്ത്, ഇപ്പൊ സിദ്ധരാമയ്യന്റെ ഭരണമല്ല, APL കാർഡ്, BPL കാർഡ്, എല്ലാ കാർഡും ഉണ്ട്, അരി ഏറിനിപ്പോ. പക്ഷേ അള്ളാഹുവിന്റെ BPL കാർഡ് കിട്ടണം, അള്ളാഹുവിന്റെ APL കാർഡ് കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് ളുഹ്ർ നിസ്കാരത്തിന് മഹത്വം കൽപ്പിക്കുക. ومن ترك صلاة العصر فليس في جسده قوة. ഒരാൾ അസ്ർ നിസ്കാരത്തിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മടി കാണിച്ചു, ഫലൈസ ഫീ ജസദിഹി ഖുവ്വ, അവന്റെ തടിയിൽ ആരോഗ്യമുണ്ടാകൂല. ഇന്ന് രോഗപ്രശ്നം എന്തെല്ലാം രോഗങ്ങളാണ്. എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു വിഷയമാണ് രോഗം. അല്ലാഹു ഞങ്ങളെല്ലാം കാത്തുസലാമത്ത്. രോഗം എന്ന് പറഞ്ഞാൽ എന്ത് രോഗം? ഞാൻ കഴിഞ്ഞ വർഷം ബോംബെയിലെ റമദാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പാവപ്പെട്ട പെണ്ണ്
ആ പെണ്ണിനെ കല്യാണം കഴിച്ച് പുതിയാപ്പളന്റെ പുരക്ക് പോയിട്ട് 2 മാസമാവുമ്പോൾ ആ പെണ്ണിനിക്ക് നിത്രാണം കഴിയുന്നില്ല, നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തു. നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിഡ്നി ഫെയിൽ. അല്ലാഹുവാക്കട്ടെ, 2 കിഡ്നിയും ഫെയിൽ. എന്തിനാ പറയുന്നറിയാം? അങ്ങനെ വീട്ടുകാർ ആകെ ബേജാറായി. ആഴ്ചയിൽ 3 ഡയാലിസിസ്, രക്തം ഫുള്ളായിട്ടെടുത്ത് പമ്പ് ചെയ്യുന്ന വലിയ പ്രയാസമുള്ള വിഷയം. അങ്ങനെ എല്ലാവരും ഇവിടെ ചിന്തിക്കും. ആ പെണ്ണിനെ ചികിത്സിച്ചു, വീട്ടുകാർ വീടെല്ലാം വിറ്റു. അങ്ങനെ ബോംബെയിലെ വലിയൊരു ഹോസ്പിറ്റലിൽ 1 കിഡ്നി വെക്കാൻ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ 1 കൊല്ലത്തിന്റെ ഉള്ളിൽ ജീവനിക്ക് ഹാനി വരും. അങ്ങനെ 1 കിഡ്നി വെക്കണം. അപ്പൊ 1 കിഡ്നിന്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു. 1 കിഡ്നിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യൻ കരഞ്ഞു പോകുന്ന അവസ്ഥയാണ്. 1 കിഡ്നിക്ക് പറഞ്ഞ റേറ്റ് എത്രയെന്നറിയോ? 50 ലക്ഷം രൂപ. 2 കിഡ്നിക്ക് 1 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് ഞങ്ങളുടെ എന്തും ഇല്ല, അല്ല എന്ത് തന്നില്ല. അത് നന്ദിയില്ലാത്ത വാക്ക. അറബികൾ നോക്കി അവരെന്തൊക്കെ അൽഹംദുലില്ലാ 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 ജസാക്കല്ലാഹ് എല്ലാം അല്ലാഹുവിന്റെ പേര്. ഞങ്ങൾ എന്ത് ചോദിച്ചാലും എന്തും ഇല്ല. 1 കോടി രൂപയുടെ സ്വത്താ ഞങ്ങളുടെ കയ്യിലുള്ളത്, 2 കിഡ്നി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ കിഡ്നിക്ക് എഫക്ട് വന്നാൽ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നെ അവനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവനിക്കതാ പിന്നെ രക്ഷയില്ല. ആരോഗ്യം വലുതാടും. സുബഹി നിസ്കാരത്തിന്റെ ഖുനൂത്തിൽ 5 ദുആ ഉണ്ട്. ആ ദുആ മുസ്ലിം ഉമ്മത്തെ ഞങ്ങൾ മറക്കാൻ പാടില്ല. ആ ദുആ തൂങ്ങിക്കൊണ്ടല്ല പറയേണ്ടത് ആമീൻ. ആ ദുആ ഒറിജിനൽ ദുആ ആണ്. അത് നിസ്കാരത്തിലുള്ള ദുആ ആണ്. അത് അല്ലാഹുവിന്റെ മുനാജാത്തിന്റെ ഇടയിൽ ദ്വാരക്കുന്ന ദുആ ആണ്. എന്താണ് ആ ദുആ? ഖുനൂത്തിന്റെ ദുആ. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദീത്. അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് നൽകണമേ. ഒന്നാമത്തെ ദുആ, നേരായ മാർഗ്ഗം നൽകണമേ. അതാണ് ഒന്നാമത്തെ ദുആ. നല്ല റൂട്ട്, മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായിട്ട് മരിക്കുക. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഏതാണെന്നറിയാമോ? വഅഫിനി ഫീമൻ ആഫീത്. സുബഹി നിസ്കാരത്തിൽ ഞങ്ങൾ എപ്പോഴും ദുആർക്കുന്ന ദുആ, വഅഫിനി, എനിക്ക് ആഫിയത്ത് താ അല്ലാഹ്. എന്റെ കിഡ്നിക്ക് കേട് സംഭവിപ്പിക്കല്ല അല്ലാഹ്. എനിക്കതാ ക്യാൻസർ വന്നാൽ, ദാർലഘട്ടയിൽ മിഞ്ഞാന്നൊരു പെണ്ണിന്റെ കണ്ണിലേക്ക് ക്യാൻസർ ആയി പോയി. പാവപ്പെട്ട പെണ്ണുങ്ങളാണ്. കണ്ണിനതാ ജീവനോടുകൂടി പറിച്ചു മാന്തിയ അവസ്ഥ. ഈ അടുത്ത് കണ്ണിന് ക്യാൻസർ. അല്ലാഹു ഞങ്ങൾ എല്ലാവരും ഈ നല്ല മജ്‌ലിസിന്റെ ശംസുലമന്റെ ബർക്കത്തോടെ അല്ലാഹു കാത്തു സലാമത്താകട്ടെ. ഓക്കേ, എപ്പോഴും ഉമ്മമാർ, ഞാൻ സാധാരണ പെണ്ണുങ്ങളെ ക്ലാസ്സിലല്ല സാധാരണ പറയുന്ന ഒരു വിഷയമാണ്, ഉമ്മമാർ മക്കൾക്ക് നല്ലോണം ദുആ ചെയ്യണം ആഫിയത്തിന് വേണ്ടി. ആരോഗ്യം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ഒരാൾക്ക് രോഗം വന്നാൽ അയാൾ മോശമെന്നല്ല. അമ്പിയാക്കൾക്ക് രോഗം വന്നിട്ടുണ്ട്. ഒരാൾക്ക് പനി വന്നാൽ ആ പനിന്റെ പേരിൽ അയാൾ ക്ഷമിച്ചാൽ അവനിക്കതാ അവന്റെ ദോഷത്തിനെ പൊറുക്കപ്പെടാൻ അത് കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ മുമ്പ് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ദുആ ചെയ്യണം, രോഗം വരുന്നതിന്റെ മുമ്പ്. അതാണ് സുബഹിന്റെ രണ്ടാമത്തെ ദുആ, വഅഫിനി ഫീമൻ ആഫൈത്. ജമാഅത്തായിട്ട് ഇമാം പറയുമ്പോൾ വഅഫിന, അപ്പൊ ഞങ്ങൾ എല്ലാം ആമീൻ പറയണം, നല്ല ഉന്മേഷത്തിൽ പറയണം. സുബഹിന്റെ ആമീന് നല്ല ആ ഒരു ഉന്മേഷത്തിൽ. കാരണം അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് ഏത് റബ്ബ്? നമ്മുടെ ഖാലിഖായ റബ്ബ്. തൗഹീദ് കി അമാനത്ത് सीनों में है हमारा, आसान नहीं मिटाना नामो निशान हमारा. അല്ലാമ ഇക്ബാൽ പറയുകയാണ്, തൗഹീദ് കി അമാനത്ത്, അല്ലാഹുവിലുള്ള ഏകത്വ വിശ്വാസം, അല്ലാഹുവാണ് എൻ്റെ ഖാലിഖ് എന്ന വിശ്വാസമുള്ള ഒരു മുഅ്മിൻ. സീനോ മേ ഹേ ഹമാരാ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ആസാൻ നഹീ മിഠാനാ, എളുപ്പമുള്ള കാര്യമല്ല. നാമോ നിശാൻ ഹമാരാ, നമ്മുടെ പേര്, നമ്മുടെ ആ മഹാകാര്യം അതതാ ഇവിടെ പൊളിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ആ സുബഹി നിസ്കാരത്തിൽ അള്ളാന്റെ മുന്നിൽ എല്ലാവരും നാളെ മുതൽക്ക്
നിങ്ങൾ എല്ലാവരും ആമീൻ പറയുന്നു എനിക്കറിയും, പക്ഷെ ഒരു സ്ട്രോങ് അത്ര പോരാത്ത പോലെയുള്ള ഒരു ആമീൻ പറ്റൂല. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്ത് വേണ്ടേ. അല്ലാ, ഞാൻ ഉള്ളാളത്തെ ഒരു ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, നല്ല മനുഷ്യനാണ്. അയാൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഞാൻ അയാൾ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലല്ലേ? ഒരു ഇഞ്ചക്ഷൻ പോലെ അയാൾ കടിച്ചിട്ടില്ല, വയസ്സായ മനുഷ്യൻ. ഞാൻ ചോദിച്ചു എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ എപ്പോഴും പണ്ട് മുതൽക്കേ സുബഹി നിസ്കാരത്തിന്റെ വഅഫീനാണ് കരട്ടി ചൊല്ലും. പിന്നെ മഗ്രിബ് നിസ്കരിച്ചിട്ട് എപ്പോഴും എനിക്കും എൻ്റെ മക്കൾക്കും ഭാര്യക്കും ആഫിയത്ത് താൻ എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യും. അതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും ഇതുവരെ അസുഖം വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, അഡ്വാൻസ് ആയിട്ടാണ് ഞങ്ങൾ ദുആ ചെയ്യേണ്ടത്, ആഫിയത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടി. വലിയ വിഷയമാണ്, ചെറിയ വിഷയമല്ല. അല്ലാ, ഞാൻ ഇനിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഒരാളെ കണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാവപ്പെട്ട ഒരു കുടുംബം പറയുന്നത്, എന്ത് ചെയ്യുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ചർച്ച ചെയ്യാൻ. 6 ലക്ഷം ബില്ല്, എന്താക്കുന്നത്, പൈസ ഇല്ല, പൊന്ന് വിറ്റ് അത് വിറ്റ് എന്തില്ല, 6 ലക്ഷം ബില്ല്. ഡോക്ടറെ കയ്യിൽ കിട്ടിയാൽ കൂടി എല്ലാം മുറിക്കുന്നുണ്ട് സ്പീഡ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹ് ഞങ്ങൾ ഈ മഹത്തായ മജ്‌ലിസ് നൂറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അല്ലാഹ് മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് അതാ പേടിക്കപ്പെടുന്ന രോഗം തരല്ല അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് തരല്ല അല്ലാഹ്. ഞങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി, SKSF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് രോഗം തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഇവിടെ രോഗമുള്ള ആളുകളുണ്ട്, അവർക്ക് ശിഫ നൽകുക അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ ശരീരത്തിൽ ബ്ലഡ് ക്യാൻസർ തരല്ല അല്ലാഹ്. മാരകമായ രോഗം തന്നാൽ ഞങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ല അല്ലാഹ്. ബോംബെയിലതാ ഒരു ആജാർ, 83 വയസ്സിന്റെ ആജാർ ഹോസ്പിറ്റലിലേക്ക് പോയി. അയാളെ കണ്ണിന് ഓപ്പറേഷനാ. അങ്ങനെ 20 ദിവസം അയാൾ ഹോസ്പിറ്റലിൽ കിടന്നു. അയാളെ കണ്ണ് ഉഷാറായി. അയാൾ പോകുമ്പോൾ ഡിസ്ചാർജ് ആവുമ്പോൾ ബില്ല് ചോദിച്ചു. വലിയ പണക്കാരനാണ്, കോടീശ്വരനാണ്, മക്കളും കോടീശ്വരന്മാരാണ്. അങ്ങനെ അയാളോട് ഡോക്ടർ അയാൾ ചോദിച്ചു, ബില്ലൊന്ന് കാണിക്കും. ബില്ല് നോക്കുമ്പോൾ 8 ലക്ഷം രൂപ ബില്ല്. അപ്പൊ അയാൾ പൊട്ടിക്കരഞ്ഞു, ആ പണക്കാരൻ. അപ്പൊ മക്കൾ പറഞ്ഞു, ഉപ്പ കരയണ്ട, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, കരയണ്ട. അപ്പൊ ആ ഉപ്പ പറഞ്ഞു, മോനെ, മക്കളെ, ഞാൻ കരയുന്നത് പൈസന്റെ പ്രശ്നമല്ല. ഞാൻ 20 നാള് കണ്ണിന്റെ ടെസ്റ്റിന് വന്നൊരു കണ്ണിന്റെ മരുന്നിന് 8 ലക്ഷം രൂപ ബില്ലുണ്ടെങ്കിൽ ഞാൻ 83 വർഷം എന്റെ കണ്ണിനെ യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അള്ളാഹ്ക്ക് നാളെ എത്ര ബില്ല് കൊടുക്കണം? നിങ്ങൾ ആലോചിച്ച്, ഞങ്ങൾ കണ്ണിൽ എത്ര നോക്കിയിട്ടുണ്ട്. ഇന്നതാ വാട്സപ്പ്, ഫേസ്ബുക്കിന്റെ കാലമാണ്. വാട്സപ്പ്, ഫേസ്ബുക്കിൽ വേണ്ടാത്തരം നോക്കാൻ പാടില്ല യുവാക്കളെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ശുദ്ധ ഖുർആൻ പറയുന്നു, എല്ലാത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. കണ്ണിനെ കുറിച്ച് ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അനാവശ്യം നോക്കാൻ പാടില്ല. സിനിമ കാണുന്ന യുവാക്കളുണ്ട്, മൊബൈലിൽ നിങ്ങൾ നല്ല വഅദ് കേൾക്കി. സിനിമ എന്നല്ലെങ്കിൽ എന്താ, ഞാൻ ഒരാൾ കേട്ട് സിനിമ പറഞ്ഞാൽ എന്ത്, അത് ഉസ്താദെ ഹയാത്തുള്ള ആൾ പെട്ടെന്ന് മരിക്കും, പിന്നെ അപ്പോൾ ഹയാത്താവും, അതാണ് സിനിമ. യഥാർത്ഥം അങ്ങനെയല്ല, പെട്ടെന്ന് മരിക്കും, ചാവും, പിന്നെ ബസ് അപ്പോഴെ ഷൂട്ട് അടിച്ചിട്ട് ചാവും, പിന്നെ ഹയാത്താവും. അങ്ങനത്തെ സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ കുറെ യുവാക്കൾ അതിനെ നോക്കിയിട്ട്, നാടകം നോക്കിയിട്ട്. അല്ലാഹു ഞങ്ങളെല്ലാം കാത്ത് സലാമത്താക്കട്ടെ. യുവാക്കളെ, ഞാൻ സ്നേഹത്തിൽ പറയുന്നു, നിങ്ങൾ SKSF-ന് പ്രവർത്തിക്കുക. അത് ശംസുൽ ഉലമയുടെ പാർട്ടിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ നല്ല നിഷ്കളങ്കരായ ആളുകളുള്ള പാർട്ടിയാണ് ശംസുൽ ഉലമയുടെ പാർട്ടി. അതിനതാ നിങ്ങൾ ശക്തിയായി പ്രവർത്തിക്കണം. മറ്റു കുറെ പാർട്ടികളുണ്ട്, അത് അവരവരങ്ങനെ ജീവിക്കട്ടെ. അവരുടെ വിഷയത്തിലേക്ക് നിങ്ങൾ പോകണ്ട. അവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ശംസുൽ ഉലമയുടെ പാർട്ടിയാണ് ഹഖ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കണം, നമ്മുടെ വീട്ടിലതാ സമാധാനം ഉണ്ടാകാൻ. രണ്ടാമത്തെ വിഷയം ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ വിഷയം എന്താണ്? ഖുർആൻ ധാരാളം ഓതുക. ഖുർആൻ ഓതുന്ന വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും. ഖുർആൻ ഓതുന്ന വീട്ടിലുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാകും. നിങ്ങൾ നോക്കി, പണ്ടത്തെ വയസ്സായ ഇപ്പത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കും, അവരെ പുരയിൽ പണ്ട് വലിയൊരു ഖുർആൻ അതിനെടുത്ത് ഇങ്ങനെ ഓതും മഗ്രിബിന്റെ ശേഷം. ആ പുരയിൽ വലിയ ബർക്കത്താണ്. ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ ആളുകൾ അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ബർക്കത്ത് കുറഞ്ഞു പോയി, സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ. അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണം.
അതിനുള്ള പേരായി മുസ്ഹഫ് എന്ന് വിളിച്ചതാ. ഒന്നാം ഖലീഫ തന്നെ അതിൽ പേരിട്ടതാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം ഖുർആൻ ഓതണം. സമയം നീണ്ടുപോയി, ഞാനത് വിശദീകരിക്കുന്നില്ല. ധാരാളം ഖുർആൻ ഓതിയാൽ നമുക്ക് സമാധാനമാണ്, നമുക്ക് സന്തോഷമാണ്, നമുക്ക് റാഹത്താണ്, നമ്മുടെ ജോലിയിൽ ഐശ്വര്യമാണ്, നമ്മുടെ എല്ലാ കാര്യത്തിലും സന്തോഷമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുകയാണ്. നാലാമത്തെ കാര്യം ഞാൻ ഷോർട്ട് ചെയ്യുന്നു. ഉമ്മനെ സ്നേഹിക്കുന്ന വീട്, ഉമ്മാക്ക് ഉപ്പാക്ക് ഖിദ്മത്ത് എടുക്കുന്ന വീട്, ഉമ്മാക്ക് ഉപ്പാനെ തൃപ്തിപ്പെടുത്തുന്ന ആളുള്ള വീട്, ഉമ്മാക്ക് ഉപ്പാക്ക് ദുആ ചെയ്യുന്ന മക്കളുള്ള വീട്, ആ വീട്ടിൽ സമാധാനമാണ്, ആ വീട്ടിൽ സന്തോഷമാണ്, ആ വീട്ടിൽ ഐശ്വര്യമാണ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ജീവിക്കുമ്പോൾ അഞ്ചാമത്തതായിട്ട് പറയാനുള്ളത് ദിക്ർ ചൊല്ലുന്ന വീട്. അങ്ങനെ 5 കാര്യം ഞാൻ പഠിപ്പിച്ചു. ഒന്ന് സ്വലാത്ത് ചൊല്ലുന്ന വീട്, അത് വിശദീകരിച്ചു പറഞ്ഞു. രണ്ടാമത്തത് ഖുർആൻ ഓതുന്ന വീട്, സുബഹി നിസ്കാരത്തിന് മഹത്വം കൽപ്പിക്കുന്ന വീട്, ഉമ്മനെ ഉപ്പനെ സ്നേഹിക്കുന്ന, അവർക്ക് ദുആ ചെയ്യുന്ന വീട്, അതുപോലെ അതാ ദിക്ർ ചൊല്ലുന്ന വീട്. അങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വലിയ സമാധാനമാണ്, അവർക്കതാ വലിയ സന്തോഷമാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ കേട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് അവനിക്കതാ ഉയർച്ച കിട്ടുന്നതും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം അതാ യാഥാർത്ഥ്യത്തിൽ നിൽക്കുക. ഇപ്പോൾ ഞങ്ങൾ ഷംസുലൈമാന്റെ പാർട്ടിക്ക് ഞാൻ എന്റെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ചില ആളുകൾ എതിർക്കും, അവർക്കറിയില്ല, പാവങ്ങൾ എന്തെല്ലാം പറയും. ഞാൻ പറഞ്ഞു സെയ്ൻ സഖാഫിനെ നാവ് ചത്തുപോകണം, നാവ് ചത്തുപോകാൻ അള്ളാഹ് തീരുമാനിക്കണ്ടേ, അള്ളാഹുവിന്റെ ലോകമല്ലേ ഇത്, അങ്ങനെ ചത്തുപോകും. എന്തെല്ലാം തെറികളാ ഫോൺ വിളിച്ചു പറയുന്നത്. സംഘടനയുടെ അവസ്ഥ എന്താണ്? ഞാനതാ എന്റെ കുടുംബത്തിൽ എല്ലാവരും സമസ്തക്കാരാണ്, അധികം പേര്. ഞാനതാ പണ്ട് മർക്കസിൽ പഠിക്കുന്ന സമയത്ത്, SSF പ്രവർത്തിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മൂത്തയുണ്ട്, മാടന്നൂർ മഹ്മൂദ് മുസ്ലിയാർ, വലിയ പ്രഗത്ഭനായ പണ്ഡിതനും സമസ്തക്കാരനും. വെള്ളിയാഴ്ച രാത്രി മാടന്നൂർ ജുമാഅത്ത് പള്ളിയിൽ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം കൊടുത്ത് അങ്ങനെ അതാ പുരയിലേക്ക് വന്നു, മക്കളോടെല്ലാം സംസാരിച്ചു, കസേരയിലിരുന്നു, സ്വലാത്ത് ചൊല്ലി റൂഹ് പോയ ഒരു മഹാനുണ്ട്, മഹ്മൂദ് മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. ആ മഹ്മൂദ് മുസ്ലിയാർ അയാളെ എല്ലാ 8 പെണ്ണുമക്കളെയും കെട്ടിച്ചു കൊടുത്തത് സമസ്തന്റെ പണ്ഡിതന്മാർക്കാണ്. അങ്ങനെ അയാളെടുക്കൽ ഞാൻ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് അയാളെ ഒരു ദിവസം കാണാൻ പോയി. അപ്പൊ അയാളോട് എന്നോട് പറഞ്ഞു, നീ ഷംസുലൈമാന്റെ പാർട്ടിക്ക് വരണം ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ആ വാക്ക് സത്യമായി. എന്നിട്ട് അയാളെ പൊരന്റെ മുറ്റം കാണിച്ചു, നല്ല മുറ്റാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭാര്യ സോക്കാക്കിനല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഷംസുലൈമാൻ നഗരാക്കുന്നത്. ഞാൻ അയാൾ ആ വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. 16 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ മുളൂർപട്ടണ ഹസൻ മുസ്ലിയാർ ഉള്ളാളെ തങ്ങളെ 10 കൊല്ലത്തെ ശിഷ്യനാണ്. അയാൾ സമസ്തക്ക് വന്നു, കഫറിന്റെ പ്രശ്നത്തിന് ശേഷം സമസ്തക്ക് വന്നു. അയാള് ജുമാ ദിവസം 2ാമത്തെ റകഅത്തിന്റെ സുജൂദിൽ മരണപ്പെട്ട സ്വാലിഹായ മനുഷ്യൻ. നല്ല ആളുകളൊക്കെ സമസ്തയിലേക്ക് വന്നു. ഇപ്പൊ എന്റെ ഉസ്താദ് പറഞ്ഞില്ലേ, നല്ല മനുഷ്യനാണ്. 20 കൊല്ലം ദർസ് നടത്തി ഒരുപാട് മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്ത് വലിയ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളാക്കി എല്ലാം ആക്കിയിട്ടാകുമ്പോ SSF ഒരു എതിർത്ത് ഉസ്താദ് എല്ലാവരും കൂട്ടിയിട്ട് സമസ്തയിലേക്ക് വന്നു. എല്ലാവരും ഇപ്പൊ സമസ്തയിൽ എന്തൊരു റാഹത്ത്, കാണാനൊരു ഭംഗി.
അൽഹംദുലില്ലാഹ് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. നല്ല പ്രവർത്തിക്കാൻ ആശയുണ്ട്. അടുത്ത വർഷം അതാ കർണാടകയുടെ ഓരോ മഹല്ലുകളിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അതുപോലത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കൂട്ടിക്കൊണ്ട് നമുക്കതാ യാത്ര സംഘടിപ്പിക്കാനുണ്ട്. സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണം. ഇവിടെ അതാ സമസ്തന്റെ ആദർശം മാത്രമേ ഉള്ളൂ. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കതാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ ദീനിനെ മേലെയാവാൻ വേണ്ടി. കാരണം എന്തേ, നാം ആരും ഇവിടെ ബാക്കിയാകുന്നവരല്ല, ഞങ്ങൾ എപ്പോഴും മരിച്ചു പോകുന്നവരെന്ന് ആണെന്ന് പറയാൻ കഴിയില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഹാനവരുകൾ ഒരു ദിവസം ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താ? വലിയൊരു പാഠം തരുന്ന ഒന്നാ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായിട്ട് പ്രധാനമന്ത്രിയായി ഭരണമേറ്റെടുത്തപ്പോൾ തന്റെ ശമ്പളത്തിൽ വെച്ച് ഒരു പണിക്കാരനെ വെച്ചു. ആ പണിക്കാരന്റെ ഡ്യൂട്ടി എന്തറിയോ? ഇത്ര: ഉമറെ നീ മരിക്കൂ, ഉമറെ നീ മരിക്കൂ, ഉമറെ നീ മരിക്കൂ. അയാളെ പറഞ്ഞ അത്ര, അയാൾക്ക് ശമ്പളമല്ലോ. അങ്ങനെ അയാളെ പണി വന്നിട്ട് വരുന്ന ക്യാൻസലാക്കി. കേട്ടോ, എപ്പോ അറിയോ? ഉമർ റളിയല്ലാഹുവിന്റെ താടി രോമം വെളുക്കാൻ തുടങ്ങിയപ്പോൾ, ഉമർ റളിയല്ലാഹുവിന്റെ തലമുടി വെളുത്ത കളർ വരാൻ തുടങ്ങിയപ്പോൾ ആ യുവാവിന്റെ ഡ്യൂട്ടി ക്യാൻസലാക്കി. എന്നെ വേണ്ട, ഇപ്പൊ എനിക്ക് ഇത് ഓർമ്മ തരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. മരണത്തിന്റെ പേടിയുണ്ടായവരായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഹാനവരുകൾ. ഒരു ദിവസം ഖബർസ്ഥാനിലേക്ക് പോയി. അതൈതുൽ ഖുബൂറ ഫനാദൈതുഹാ ഐനൽ മുഅദ്ദം വൽ മുഹ്തഖർ തഫാനു ജമീഅൻ ഫമാ ഉഖ്ബിറു വമാതു ജമീഅൻ വമാതൽ ഖബർ. അതൈതുൽ ഖുബൂറ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഖബർസ്ഥാനിലേക്ക് പോയി. ഫനാദൈതുഹാ, എന്നിട്ട് ഞാൻ ഖബറാളികളെ വിളിച്ചു. ഐനൽ മുഅദ്ദം, വലിയ സ്ഥാനമുള്ളവർ എവിടെ? പണക്കാരൻ എവിടെ? മുതലാളി എവിടെ? വൽ മുഹ്തഖർ, നിസ്സാരമായവർ എവിടെ? പണക്കാരനും 6 അടി മണ്ണ്, പണിക്കാരനും 6 അടി മണ്ണ്, മുതലാളിക്കും 6 അടി മണ്ണ്, സാധുവിനും 6 അടി മണ്ണ്, എല്ലാവർക്കും 6 അടി മണ്ണ്. ഉർദു രാജ്യത്തിലതാ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു പദ്യം പാടാറുണ്ട്. ये दुनिया छोड़ जाना है, बगीचे छोड़ कर खाली जमीन अंदर समाना है, दिला गाफिल न हो एक दिन. ओ അശ്രദ്ധനായ മനുഷ്യ, एक दिन, ഒരു ദിവസം, ये दुनिया छोड़ जाना है, ഈ ദുനിയാവ് വിട്ടുകൊണ്ട് ഞങ്ങൾ പോകേണ്ടവരാണ്. ബഗീചെ ചോട് കർ ഖാലി, നമ്മുടെ സുന്ദരമായ തോട്ടങ്ങള്, നമ്മുടെ മനോഹരമായ വീടുകള്, നമ്മുടെ കോടികൾ ഉണ്ടാക്കി, ഞങ്ങൾ കടമുണ്ടാക്കി, ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വീട്, ആ വീടും വിട്ടുകൊണ്ട് ഞങ്ങൾ പോകേണ്ടവരാണ്. എവിടേക്കാ പോകേണ്ടത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഖബറിലേക്ക് പോകേണ്ടവരല്ലേ? നമ്മുടെ റൂഹ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേര് മാറി, പിന്നെ മയ്യത്ത് എന്നായി. എന്നിട്ടതാ നമ്മുടെ വസ്ത്രം അയച്ചു വെക്കുന്നു, നമ്മുടെ വാച്ച് മാറ്റുന്നു, നമ്മളതാ കുളിപ്പിക്കുന്നു, എന്നിട്ടതാ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മുടെ മേലെ നിസ്കരിക്കുന്നു, എന്നിട്ട് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ടതാ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ മയ്യത്തിനതാ ഖബറിൽ വെച്ചപ്പോൾ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ഞങ്ങൾക്ക് ആരുണ്ട്? ആ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശംസുൽ ഉലമ രക്ഷപ്പെട്ടു, കന്യത്ത് ഉസ്താദ് രക്ഷപ്പെട്ടു. അവരെല്ലാം സ്വാലിഹീങ്ങളാണ്, അവരെല്ലാം നിഷ്കളങ്കരായിട്ട് അവർ ദീനിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഐനൽ മുഅല്ലം, അല്ലാഹുവിന്റെ അടുക്കൽ പണക്കാരെവിടെ? സാധുക്കളെവിടെ? വൽ മുഹ്തഖർ, നിസ്സാരമായവരെവിടെ? എല്ലാവരും ഒരുപോലെയാണ്. തഫാനു ജമീആ, എല്ലാവരും നശിഞ്ഞു പോയി. ഫമാ ഉഖ്ബിറു, നമ്മൾ എന്നിട്ട് മരിച്ചു പോയവരുടെ യാതൊരു ന്യൂസും ഇല്ല. ഫമാ ഉഖ്ബിറു, ഒരു ന്യൂസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല.
വമാതു ജമീആ അവരെല്ലാവരും മരിച്ചുപോയി. വമാതൽ ഖബർ അവരെ ന്യൂസും മരിച്ചുപോയി. അവരെ കുറിച്ച് ന്യൂസും ഇല്ലാതെയായി പോയി. അവരെ ഖബറിലാണ്. ഫയാ സായിലി അൻ ഉനാസിം മളൗ അമാലക ഫീമാ മളാ മുഅ്തബർ ഫയാ സായിലി ഓ ചോദ്യകർത്താവേ അൻ ഉനാസിൻ മളൗ കഴിഞ്ഞു കടന്നു പോയതായ ജനങ്ങളെ കുറിച്ച് ചോദിക്കുന്ന മനുഷ്യ അമാലക ഫീമാ മളാ മുഅ്തബർ ആ മരിച്ചവരിൽ നിന്ന് നിനക്ക് പാഠമില്ലേ? ഞങ്ങളും അങ്ങനെ പോകാനില്ലേ? ഞാൻ ഉള്ളാളത്തെ ഒരു യുവാവ് കളിച്ചു വന്ന് നല്ല ചെറുപ്പക്കാരൻ 30 വയസ്സിന്റെ 2 കുട്ടികളുള്ള നല്ല ചെറുപ്പക്കാരൻ മുസ്ലിം ഉള്ളാളത്തെ ബീച്ച് ഞങ്ങളെല്ലാം ഉള്ളാളത്താണ്. അവിടെ ഉള്ളാളത്തെ ബീച്ചിലെല്ലാം പോകും. തമാശക്ക് ഇങ്ങനെ ഒരു കല്ലിലേക്ക് കയറിയതാണ്. അവിടെ വെള്ളം വരാനില്ല. അത്ഭുതകരമായിട്ട് വെള്ളം വന്നാൽ തലക്ക് വെള്ളം തിരമാലകൾ അടിച്ചു. അയാൾ വീണു. തല പാറക്കല്ലടിച്ചു. ആ യുവാവ് പെട്ടെന്ന് മരിച്ചുപോയി. നിങ്ങൾ ആലോചിച്ചു നോക്കും. അതുപോലെ ജപ്പൂരിൽ ഞാൻ ഉള്ളാളത്തടുത്ത് ഒരു കുട്ടി 1.5 വയസ്സിന്റെ കുട്ടി 7ാമത്തെ നിലയിൽ നിന്നിട്ട് തട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തു പോയപ്പോൾ വീണു. അപ്പോൾ തല പൊട്ടി മരണപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ചു നോക്കും. എത്ര ജാഗ്രത പാലിക്കണം. അല്ലാഹുവിന്റെ പരീക്ഷണം വന്നാൽ മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്ര യുവാക്കളാണ് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സ് താ അല്ലാഹ്. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനതാ നിർത്തുന്നു. അതുകൊണ്ട് മനുഷ്യനിക്ക് മരണം വന്നു പോയാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചതാണ്, യാ മൗതു മാദാ ഫഅൽത ബിൽ ആഹിബ്ബ. ഓ മരണമേ, മാദാ ഫഅൽത ബിൽ അഹിബ്ബ, സ്നേഹിതന്മാർക്ക് നീ എന്താ ചെയ്തത്? അവരെല്ലാം മരിച്ചുപോയി. അവരെ റൂഹദാ തീർന്നുപോയി. അങ്ങനെ അതാ മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനതാ നിർത്തുന്നു. മനുഷ്യനെ കുളിപ്പിക്കാൻ വേണ്ടി കുളിപ്പിക്കാൻ വേണ്ടി മരിച്ച സമയത്ത് കിടത്തുമ്പോൾ എല്ലാവർക്കും മരിച്ചു പോകുന്ന സമയത്തൊന്ന് കുളിപ്പിക്കാനുണ്ട് ഞങ്ങളെ. ആ സമയത്തതാ നൂദിയ ബിസലാസി സ്വൈഹാത്തിൻ 3 ശബ്ദം കേൾക്കുകയാണ്. റൂഹനിക്കാണത് കേൾക്കുന്നത്, മനുഷ്യനിക്കത് കേൾക്കുകയില്ല. യബ്ന ആദം, ഓ മനുഷ്യ, ഐന ബദനുകൽ ഖവിയ്യ, നിന്റെ ആ ശക്തിശാലിയായ നിന്റെ ആരോഗ്യമുള്ള തടി എവിടെയാണോ? മാ അൽഅഫക, അതിനെ ബലഹീനമാക്കിയ വസ്തു എന്തെന്നാണ്? വഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വിശാലമായ നിന്റെ ഫസീഹായ നാവ് എവിടെ? നിന്റെ നാവിൽ നീ എന്തെല്ലാം പറഞ്ഞു? എത്ര ആളുകളെ വേദനിപ്പിച്ചു? സംഘടനയുടെ പേരിൽ നീ എന്തെല്ലാം പറഞ്ഞ നിന്റെ നാവുണ്ടല്ലോ. മാ അസ്കതക്, നീ മരിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ എന്താ നാവിനിക്ക് ശബ്ദമില്ല? ഉമ്മാനെ പറഞ്ഞ നാവുണ്ട്, ഉപ്പാനെ വേദനിപ്പിച്ച നാവുണ്ട്, കുടുംബക്കാരെ വിഷമിപ്പിച്ച നാവുണ്ട്. എന്നാൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, കുളിപ്പിക്കുന്ന സമയത്ത് ആ നാവിനോട് അല്ലാഹുവിന്റെ ശബ്ദം വരും. ഓ മനുഷ്യ, നിന്റെ നാവ് എവിടെ? നിന്റെ നാവ് എവിടെ? മാ അസ്കതക, എന്തേ ഇപ്പൊ മിണ്ടുന്നില്ല? വൈന അഹിബ്ബാഉക്, നിന്റെ ചങ്ങായിമാരെവിടെ? നിന്റെ സ്നേഹിതന്മാരെവിടെ? ഇന്ന് എത്ര യുവാക്കളാണ് വഴി തെറ്റിപ്പോകുന്നത് സുഹൃത്തുക്കളെ കാരണം കൊണ്ട്. അല്ലാഹ്, യുവാക്കളെ, പെണ്ണുങ്ങളെ കുടുങ്ങി പോകണ്ട, അനാവശ്യത്തിൽ പെട്ടുപോകണ്ട. നാളെ നിങ്ങളോട് ചോദിക്കപ്പെടും, നിന്റെ ചങ്ങായിമാരെവിടെ? ഇപ്പോൾ നീ ഒറ്റക്കാണല്ലോ. എന്നിട്ടതാ ജനാസ കഫൻ തുണിയിൽ വെക്കുന്ന സമയത്ത് പറയപ്പെടും, യബ്ന ആദം, ഓ മനുഷ്യ, തദ്ഹബ് ഇലാ സഫരിൻ ബഈദ്, നീ ദൂരത്തായ യാത്ര പോകുന്നവനാണ്. ബിഗൈരി സാദ്, ഓ മനുഷ്യ, നാം ഉണ്ടാക്കിയ പുരയിൽ നിന്ന് ഞങ്ങളെ ലാസ്റ്റ് ഒരു പോകാനുണ്ട്. കരഞ്ഞുകൊണ്ട് ഞങ്ങളൊരു യാത്ര അയക്കാനുണ്ട്. ആ യാത്രക്ക് വിസ ഇല്ല, ആ യാത്രക്ക് പാസ്പോർട്ട് ഇല്ല, ആ യാത്രക്ക് റെഡിയാവാനില്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത അമല്, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത സഹായം, ഞങ്ങൾ സംഘടനക്ക് കൊടുത്ത സഹായമല്ലാതെ, സ്വതക്കന്റെ കൂലിയല്ലാതെ ഞങ്ങളെ കയ്യിൽ വേറെ ഒന്നില്ല. അങ്ങനെ
അവനതാ യാത്ര പോകുമ്പോൾ പറയും, നീ ദൂരത്തെ യാത്രയാണ് പോകുന്നത്. നീ നിന്റെ പരയിൽ നിന്നിട്ട് പോവുകയാണ്. ആ വീട്ടിൽ നിന്ന് നീ മടങ്ങി വരാനില്ല. നീ ഒരു വാഹനത്തിൽ കയറാനുണ്ട്. ഞങ്ങളെല്ലാരും ഒരു വാഹനത്തിൽ കയറാനുണ്ട്. ആ വാഹനത്തിന്റെ പാർക്കിംഗ് പള്ളിയിലാണ്. അതിന്റെ പേരാണ് മയ്യത്ത് കട്ടില്. അത് ഞങ്ങൾ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. അത് സ്ലീപ്പർ കോച്ചാണ്. അതിലതാ കിടന്നുകൊണ്ടോ മുസ്ലിമേ, ഞങ്ങളെല്ലാവരും പോകേണ്ടവരാണ്. ഞങ്ങളതാ ഒരു ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അതിന്റെ പേര് ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തക്ഷണം നെട്ടേണ്ടത്. ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും എണീറ്റ് നിൽക്കുക. ആ ഖബറിലേക്ക് ഞങ്ങൾക്ക് പോകണം. അവസാനത്തെ പോക്കാണ്. അവിടെ ഞങ്ങളെ സഹായിക്കാൻ ആരില്ല. അവിടെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരില്ല. അല്ലാഹുവും റസൂലല്ലാതെ, അല്ലാഹുവിന്റെ സഹായമല്ലാതെ, ഞങ്ങളതാ ചെയ്ത അമലുകളല്ലാതെ മുസ്ലിം സമുദായമേ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് മടങ്ങുക. ഏത് റബ്ബാണ്? ഞങ്ങളെ കാണുന്ന ഒരു ഖാലിഖായ റബ്ബുണ്ട്. ആ അല്ലാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അല്ലാഹുവിലേക്ക് മടങ്ങുക. സന്മാർഗത്തിന്റെ ഹാദി അതാണ്. അല്ലാഹുവിന്റെ പാത അതാ മഹത്തായ പാതയാണ്. ഞങ്ങൾ ശംസുൽ ഉലമയുടെ പാർട്ടിക്ക് വന്നത് ആ ഒരു ഉദ്ദേശത്തിലാണ്. നമുക്ക് ഇവിടെ അല്ലാഹുവിന്റെ ദീൻ ഉയർത്തണം. അതിന് വേണ്ടിയ പ്രവർത്തനം ഞങ്ങൾക്ക് ചെയ്യണം. ഇവിടെ എസ്കെഎസ്എഫിന്റെ പ്രവർത്തകന്മാരുണ്ടാക്കിയ മജ്ലിസ് അത് ദുനിയാവിന്റെ മജ്ലിസ് അല്ല. അത് പേര് കെട്ടാനുള്ള മജ്ലിസ് അല്ല. അത് അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അല്ലാഹുവിന്റെ തൃപ്തിക്കുള്ള കാരണമാകുന്ന മജ്ലിസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആഖിറം ചിന്തിക്കുക, നമ്മുടെ അവസാനം ചിന്തിക്കുക. അവസാനം അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്നതിലേക്കായാൽ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ, ഞങ്ങളതാ ഷഹാദത്ത് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ആളുകളാണ് ഭാഗ്യവാന്മാര്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ഹഖിയായ ബർക്കത്തുകൊണ്ട് പടച്ചവനെ, അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാഹ്. അല്ലാഹ്, ഈ പാവപ്പെട്ട സഖാഫിയായ ഞാൻ, ഒരുപാട് സഖാഫികളതാ ശംസുൽ ഉലമയുടെ ആദർശത്തിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹ്, ഞങ്ങളെ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല, ഞങ്ങൾക്ക് വേറൊരു ആവശ്യവുമില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് പറയാൻ ശംസുൽ ഉലമയുടെ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയുടെ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നത്. അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകുക അല്ലാഹ്. ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുന്ന യുവാക്കള് 1000, 5000 രൂപ. ഞാൻ നേരത്തെ ഒരു പാവപ്പെട്ട ഒരാളെ വീട്ടിലേക്ക് പോയി. പോയപ്പോ അയാള് പറഞ്ഞു, ഞാൻ ഈ മജ്ലിസ് നൂറിന്റെ ഒന്നാമത്തെ പരിപാടിക്ക് ഉസ്താദ് 5000 രൂപ കൊടുത്തിട്ടുണ്ട്. നോക്കും, പാവപ്പെട്ട മനുഷ്യനാണ്. ഞാൻ കൽബ് കൊണ്ട് അയാൾക്ക് ദുആ ചെയ്തു. പാവപ്പെട്ട മനുഷ്യൻ 5000 രൂപ ഞാൻ കൊടുത്തു. പാവപ്പെട്ടവർ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ ജോലി അല്ലാഹുവിന്റെ വജഹിന് വേണ്ടിയിട്ട്, മരിക്കുമ്പോൾ ഈമാൻ സലാമത്താവാൻ വേണ്ടി, ആ വിശുദ്ധ ഖുർആനിൽ ഒരു യുവാവിനെ പറഞ്ഞിട്ടുണ്ട്, 3 ഓതിയാക്കിയിട്ട് കിട്ടുന്ന പൈസ ഒരു ഓതി ഉമ്മാക്ക്, ഒരു ഓതി സ്വന്തത്തിന്, മറ്റൊരു ഓതി പാവപ്പെട്ടവർക്ക് സംഘടനയ്ക്ക് വെച്ച ആ ഒരു യുവാവുണ്ടല്ലോ. അതുപോലെ അല്ലാഹ്, നിങ്ങളും നല്ല നിലക്ക് സഹായിക്കണം ഈ യുവാക്കളെ. ഇവരെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഇവരെ പരേന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല ഈ യുവാക്കൾ കഷ്ടപ്പെടുന്നത്. എത്ര ദിവസമായി ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ ഈ സ്റ്റേജ് ഉണ്ടാക്കി തരുന്നു, ഈ ലൈറ്റ് ഉണ്ടാക്കി തരുന്നു, പെണ്ണുങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ, ഇൽമു കേൾക്കാൻ അവസരം ഉണ്ടാക്കി തരുന്ന. അത് മാത്രമല്ല, ബദരീങ്ങളെ പേര് ഏത് ബദരീങ്ങളാണ്? 313 സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ രക്തം കൊടുത്ത വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തതായ സ്ഥാനമോഹ
ഇല്ലാത്ത 313 സ്വഹാബികളെ പേരുച്ചരിക്കാൻ വേദി ഉണ്ടാക്കി തന്ന ഈ SKSF പ്രവർത്തകന്മാരും ഇവിടെ സംഘടനയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഈ യുവാക്കളെ നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ മാസം മാസം നല്ലൊരു സംഖ്യ കൊടുക്കണം. കാരണം എന്തേ, ഈ പിരിവ് എന്ന് പറഞ്ഞത് റസൂലുള്ള ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം റസൂലുള്ള പറഞ്ഞു എല്ലാവരും കണക്ഷൻ കൊണ്ടുവരണം, എല്ലാവരും പൈസ കൊണ്ടുവരണം. ഒരു ദിവസം റസൂലുള്ള പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പാതി സ്വത്ത് നബിയെ അങ്ങയുടെ സംഘടനയ്ക്ക് വേണ്ടി അങ്ങക്ക് വേണ്ടി തരുന്നു, പാതി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എല്ലാം കൊണ്ടുവന്നു നബിയെ, അപ്പൊ നിനക്ക് എന്ത് ബാക്കിയാക്കി? ഞാൻ ബാക്കിയാക്കിയത് അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്നും തോറ്റുപോയി. അങ്ങനെ റസൂൽ എത്ര കളക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല സംഖ്യ സംഖ്യ നൽകിയിട്ടുണ്ട്. ഈ നല്ല മജ്‌ലിസ്, ഇൽമു പറഞ്ഞ മജ്‌ലിസ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് പറഞ്ഞ മജ്‌ലിസിന്റെ കൊണ്ട് പഠിച്ചവനെ അദ്ദേഹത്തിന് ശിഫാ നൽകുക അല്ലാഹ്. നല്ലൊരു മജ്‌ലിസ് ആയതുകൊണ്ട് ഒരാളെ ദുആക്ക് ഉത്തരവിട്ട് അയാൾ രക്ഷപ്പെട്ടെങ്കിൽ വലിയൊരു വിഷയമല്ലേ. അല്ലാഹ് ആ യുവാവിന് നീ ആരോഗ്യം നൽകുക അല്ലാഹ്. ഇവിടെ വന്ന കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യ റഹ്മാനേ. അതുപോലെ ഞങ്ങൾ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉസ്താദ് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ, ആ ഭാര്യയ്ക്ക് ആഫിയത്തും ആരോഗ്യം പടച്ചവനെ നീ നൽകുക അല്ലാഹ്. അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും രോഗത്തെ തൊട്ട് കാത്ത് സലാമത്താക്കുക റഹ്മാനേ. മരിച്ച ഉപ്പാക്ക് പൊരുത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ വന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പൊരുത്തു കൊടുക്കട്ടെ. കൂടുതൽ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഒരു 2000 നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം നൽകട്ടെ. അദ്ദേഹത്തിന്റെ ആ ഒരു സദഖയുടെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങള് എന്റെ മൂത്ത ഈ ഇതിന്റെ കോശാധികാരിയുമായ യൂസുച്ച, എപ്പോഴും ഞാൻ അന്ന് ചെറുപ്പത്തിൽ ദർസ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എപ്പോഴും ഞാൻ ബരനെ പേടിക്കുന്ന പരയാണ്. കാരണം ബന്നക്ക് വലിയൊരു സംഖ്യ കിതാബ് എടുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ബരലേ ബന്നക്ക് യാതൊക്കെ അയക്ക് നല്ലതാണില്ല. അങ്ങനെ ഒരു കൊടുകൈ ദാനിയാണ് അല്ലാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് SKSന് വേണ്ടി എപ്പോഴും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ മൂത്ത യൂസുച്ച. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മമ്മാരാജി എപ്പോഴും അയാളെ പേര് കേൾക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. അതൊരു പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദുആഇന്റെ മജ്‌ലിസ്. അള്ളാന്റെ റസൂല് സ്റ്റേജിൽ തന്നെ പറഞ്ഞല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫുള്ള് കൊണ്ടുവന്നിന്, ഉമർ റളിയല്ലാഹു അൻഹു പാതി കൊണ്ടുവന്നിന്. അപ്പൊ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഈ നല്ല മജ്‌ലിസ് ഇൽമിന്റെ മജ്‌ലിസിലേക്കാണ് തരുന്നത്. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ്, മഹാന്മാരെ പേര് പറഞ്ഞ മജ്‌ലിസ്. നിങ്ങൾ നോക്കൂ, ഒരു രോഗിയായാൽ 10 ലക്ഷം ബില്ല് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹ് പഠിച്ചവനെ, നീ ഞങ്ങൾക്ക് ആർക്കും രോഗം തന്നതല്ല. ഞാനൊരു ചെറിയ കിടാവിന്റെ പെരക്ക് ഞാൻ പോയി, ആ കിടാവിനൊരു സംഖ്യ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സംഘടന പോയി. ഞാൻ അറിയാൻ വേണ്ടിയാ പറയുന്നത്. ആ കിടാവിന്റെ ഉമ്മ കരയുന്നു, ഉപ്പ ഇരുന്ന് കരയുന്നു. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? നോക്കുമ്പോ ആ കിടാവിനിക്ക് ബ്ലഡ് ക്യാൻസർ. ഞാൻ ചോദിച്ചു എത്രയാണ് ഡോക്ടർ അതിനെ ശരിയാക്കാൻ പറഞ്ഞു? ഇല്ല ഉസ്താദ്, ഗ്യാരണ്ടി ഇല്ല, ചികിത്സക്ക് പോയാൽ 20 ലക്ഷം പറഞ്ഞു. ഒരു കിഡ്നി പോയാൽ 50 ലക്ഷം രൂപയാണ്. 2 കിഡ്നി പോയ എത്ര ആള് ദുആക്ക് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവൻ എന്റെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ 50 ലക്ഷം പോയിട്ട് ഒരു 50 രൂപ കൊടുക്കാൻ കഴിയാത്ത ഞങ്ങൾ നീ പരീക്ഷിക്കല്ല. ഇവിടെ നിഷ്കരാംഗങ്ങളായ ആളുകൾ ഉള്ളത് കൊണ്ട് അല്ലാഹു നല്ല മജ്‌ലിസിൽ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ആർക്കും കിഡ്നി രോഗം തരല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ആർക്കും പെണ്ണുങ്ങൾക്ക് ക്യാൻസർ തരല്ല അല്ലാഹ്. ആർക്ക് സംബന്ധമായ രോഗം, ഞാനൊരു ആളതാ ബൈക്കിൽ പോകുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് പോയിട്ടുള്ള കുട്ടിയാൾ മരിച്ചുപോയി. പെട്ടെന്നുള്ള മരണങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. സഹിക്കാൻ കഴിയാത്ത വേദന നീ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. എപ്പോഴും ദുആക്കേണ്ട ദുആണ് ഖുർആൻ പഠിപ്പിച്ച ദുആ. സഹിക്കാൻ കഴിയാത്ത വേദന. ഒരാളെ മകൻ വീണ് മരിച്ചുപോ. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു.
ഒരു ഉമ്മ, ഉപ്പ ഭർത്താവ് ഗൾഫിലാണ്, 1 വയസ്സിന്റെ കിടാവിനെ കല്യാണ പെണ്ണുങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് കിടാവിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഡ്രസ്സെല്ലാം ഇടിച്ച് കല്യാണ പന്തലിലേക്ക് പോയപ്പോൾ കല്യാണത്തിന്റെ ഹാള് നല്ല കളിക്കുന്ന കുട്ടി പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഭയങ്കര കരഞ്ഞിട്ടാകുമ്പോ എല്ലാവരും അത്ഭുതം, ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ കരച്ചൽ. അങ്ങനെ കരഞ്ഞിട്ടാകുമ്പോക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കിടാവ് വീണ് മരണപ്പെട്ടു പോയി. അത്ഭുതം. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് മരിച്ചുപോയി. ഉഷാറുള്ള കിടാവ്. അങ്ങനെ ഡ്രസ്സെല്ലാം അയച്ചു നോക്കി, എന്ത് പ്രശ്നം അറിയണല്ലേ. നോക്കുമ്പോ എന്താ വിഷയം, ഷൂവിന്റെ ഉള്ളില് ഒരു വാൾത്തലുണ്ടായി. അത് ആ കിടാവിലേക്ക് കടിച്ചു. ആ വാൾത്തൽ കടിച്ച ആ വിഷം കൊണ്ട് ആ കിടാവ് മരണപ്പെട്ടു പോയി. ഉമ്മാന്റെ തെറ്റാണ്. കാരണം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സാധനം, അങ്ങനത്തെ സാധനമോട് 3 പ്രാവശ്യം കൊടയാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾ സ്പീഡാക്കാൻ പാടില്ല. കിടാക്കളെ വസ്ത്രങ്ങളെല്ലാം 3 പ്രാവശ്യം കൊടഞ്ഞിട്ടിടണം. അതിലെന്തെങ്കിലും ജീവൻ ഉണ്ടായാൽ അവരെ കടിച്ചാൽ അവരെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ആ ഉമ്മ കരഞ്ഞു പോയി. പക്ഷേ ആ ഷൂന്റെ ഉണ്ടായിരുന്ന വാൾത്തൽ അറിഞ്ഞില്ല. താങ്ങാൻ കഴിയാത്ത മുസീബത്ത് വന്നാൽ, നിനക്കറിയോ, ഇന്നലല്ല മിഞ്ഞാന്ന് ഉള്ളാളത്ത് നടന്ന സംഭവ. ഒരു ഭാര്യ, ഒരു പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ ജ്യേഷ്ഠൻ എന്താക്കി, 3 വയസ്സിന്റെ പെണ്ണുകിടാവിനെയും കാറിൽ ഇരുത്തിയിട്ട് നേരെ സിറ്റി സെന്ററിലേക്ക് എവിടെ ഒന്ന് കൊണ്ടുപോയി. അങ്ങനെ കാർ അവിടെ ഓഫ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് പോയി. കിടാവയിൽ ബാക്കി 3-4 കിടാക്കൾ, ഒരു കിടാവ് ആ കാറിൽ ബാക്കിയായത് അറിഞ്ഞിട്ട് അങ്ങനെ പോയി. സിറ്റി സെന്ററിൽ നോക്കിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുമ്പോ കിടാവ് മരണപ്പെട്ടു പോയി. 2 ദിവസം മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എന്തെല്ലാം അശ്രദ്ധ. പുത്തൂരിലാണ് സംഭവം. അല്ല, ഞാൻ ആ പെണ്ണിന്റെ നാട് ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് ഇങ്ങനത്തെ ഈ സ്വതക്കല നല്ലോണം കൊടുക്കണം. സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് എന്റെ ചരിത്രത്തിൽ ഞാൻ എത്രയോ അനുഭവമാണ്. സ്വതക്ക കൊടുക്കുന്ന ആളുകൾ ഗൾഫിലാണ് താമസം. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നല്ലൊരു സംഖ്യ നമ്മുടെ ഈ മഹത്തായ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒരു നല്ല സംഖ്യ കയ്യിൽ വാങ്ങണ്ടല്ല, കയ്യിൽ വാങ്ങാം. എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള ഒരു സംഖ്യ. ഇത് പിരിവാക്കുന്നതല്ല, ഇവിടെ ചെലവുണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട്. ഓ മുസ്ലിമീങ്ങളെ, നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വതഖ എന്ന് പറയുന്നത് റദ്ദുൽ ബലാ, ആഫത്തിനെ തടയുന്നതാണ്. അതുകൊണ്ട് ഈ സ്വതഖ തന്നവർക്കൊക്കെ അല്ലാഹ് നീ ആഫത്തിനെ തൊട്ടവരെ സലാമത്താക്ക. അബൂബക്കർ ഹാജി ബള്ളാരി, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആഫത്തിനെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. 2000 നൽകിയിട്ടുണ്ട്. മാടവ് സന്തോഷ് ഹസൈൻ അർച്ച, അല്ലാഹു അദ്ദേഹത്തിനും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു എല്ലാവിധ മുസീബത്തും കാത്ത് സലാമത്താക്കട്ടെ. അസീസ് ചക്കട്ടത്താറ് 2000 നൽകിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. എല്ലാം ആമീൻ പറയണം. ആമീൻക്ക് വലിയ ബർക്കത്താണ്. ആമീൻ പറഞ്ഞാൽ ഞങ്ങളും രക്ഷപ്പെടും. അല്ലാഹു വിചാരിക്കണ്ട ഈ പൈസ കിട്ടിയവർക്ക് മാത്രം ദുആ, അവരെ അല്ലാഹു കാണുന്നു എന്ന് മാത്രമല്ലാതെ. ഓ മുസ്ലിമീങ്ങളെ, ഞങ്ങളെ രക്ഷപ്പെടുത്തവൻ അല്ലാഹു മാത്രമാണ്. ഈ സ്വതക്ക നൽകിയ ആളുകൾ, ഈ യുവാക്കൾ, കഷ്ടപ്പെടുന്നവർക്ക് സഹായിച്ചവർ, അല്ലാഹ് അവരെ നീ ഇസ്സത്തിലാക്കുക. അല്ലാഹ് അവരെ പെട്ടെന്നുള്ള മുസീബത്തിനെ തൊട്ട് അല്ലാഹ് നീ അവരെ കാത്ത് സലാമത്താക്കുക. അല്ലാഹ് അബ്ദുൾ റസാഖ് തിങ്കലാടി 2000 നൽകിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും ദീർഘായുസ്സും ആഫിയത്തും എല്ലാ മുസീബത്തിലും തൊട്ട് അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. മരിച്ചാളെ പേര് ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനും ദീർഘായുസ്സ് നൽകട്ടെ. അതുപോലെ ഞങ്ങളെ ഫൈസി ഉസ്താദ് ഒരു സംഖ്യ നൽകിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ദുആ ചെയ്യാം. പെട്ടെന്ന് പിരിയാം. ഫാറൂഖ് സന്ധ്യാർ ബാപ്പ ഉമ്മ മരിച്ചുപോയല്ലേ, ഉമ്മാലെ മരിച്ചുപോയ കുടുംബക്കാർക്കെല്ലാം വേണ്ടിയിട്ട് 2000 നൽകിയിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒരു സംഖ്യ തരാം. ഇതെല്ലാം ദീനിന് വേണ്ടിയിട്ട് എന്ന ഉദ്ദേശത്തിൽ മാത്രം. ഞങ്ങളെ പ്രസിഡന്റ് അസൈനർച്ച ഒരു 500 നൽകി. അതുകൊണ്ട് എല്ലാവരും ഉള്ള സംഖ്യ, എന്ത് പ്രശ്നമില്ല, വലിയ സംഖ്യ ആവണത്തില്ല, ചെറിയ സംഖ്യയാണ്. അള്ളാഹു ആണ് കാണുന്നത്. അത് അവസ്ഥ വരും. നിങ്ങൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഈ സദഖ നൽകുന്നവരെ നീ അതാ ആഫത്തിനൊട്ട് കാത്ത് സലാമത്താക്ക അല്ലാഹ്. അവർക്ക് ആരോഗ്യം നൽകുക അല്ലാഹ്. പടച്ചവനെ അവരെ ഞങ്ങളെയും രക്ഷപ്പെടുത്തുന്നവർ നീയാണ് അല്ലാഹ്. അല്ലാഹ് നീ ഒരു രോഗം തന്നാൽ ഞങ്ങൾക്ക് ഒരു ശക്തിയുമില്ല അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ഖുവ്വത്തും ഇല്ല അല്ലാഹ്. അതുകൊണ്ട് പടച്ചവനെ നീ അവർക്ക് ഞങ്ങളൊക്കെ കാത്ത് സലാമത്താക്കുക അല്ലാഹ്. അല്ലാഹുവേ നീ കാത്ത് സലാമത്താക്കുക റഹ്മാനേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 ആരും പോവരുത്. സീറിനുണ്ട്. അതിന് മുമ്പ് ദുആ